നടിയെ ആക്രമിച്ച സംഭവം പ്രതിയുടെ ഭാവനയ്ക്കനുസരിച്ച് നടത്തിയ കുറ്റകൃത്യമെന്ന് മുഖ്യമന്ത്രി. സുനിയും വിജീഷും റിമാൻഡിൽ. കൊട്ടേഷനല്ലെന്ന മൊഴിയിൽ ഉറച്ച പ്രതികൾ. ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് സംവിധായകൻ ലാൽ. നടിയെ ആക്രമിച്ച കേസിൽ പ്രധാന പ്രതികളായ പൾസർ സുനിയെയും വിജീഷിനെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കസ്റ്റഡിയിൽ വേണം എന്ന പോലീസിന്റെ അപേക്ഷ പരിഗണിക്കുന്നത് ആലുവ മാജിസ്ട്രേറ്റ് നാളത്തേക്ക് മാറ്റിവെച്ചു. അതേസമയം ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയാണ് കൃത്യം നടത്തിയതെന്ന മൊഴിയിൽ പൾസർ സുനി ഉറച്ചു നിൽക്കുകയാണ്. 18 മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം 2:30 ആലുവ ക്ലബിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുപോയ പൾസർ സുനിയെയും വിജേഷിനെയും 2:45 കോടതിയിൽ ഹാജരാക്കിയത്. 10 ദിവസം കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷയും നൽകി. എന്നാൽ ഈ അപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റിവെച്ചു. തുടർന്ന് പ്രതികൾക്ക് പറയാനുള്ളത് കൂടി കേട്ട ശേഷം ഇരുവരെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. തുടർന്ന് പൾസർ സുനിയെയും വിജേഷിനെയും എറണാകുളം ജില്ലാ ജയിലിലേക്കും കൊണ്ടുപോയി. ഇതിനിടെ തിരികെ വന്ന മാധ്യമങ്ങളെ കാണുമെന്ന് സുനി വിളിച്ചു പറഞ്ഞു. ചോദ്യം ചെയ്യലിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയാണ് കൃത്യം നടത്തിയതെന്നാണ് പൾസർ സുനി പറഞ്ഞത്. എന്നാൽ പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഒരു സ്ത്രീ കൊട്ടേഷൻ നൽകിയെന്ന് സുനി നടിയോട് പറഞ്ഞത് എന്തിനാണെന്ന് പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. കൂടാതെ മണികണ്ഠന്റെ മൊഴിയിലും ഇത് പറയുന്നുണ്ട്. നഗ്നചിത്രങ്ങൾ എടുത്ത ഫോൺ എവിടെയാണെന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ല. പൾസർ സുനിയെയും വിജേഷിനെയും കോടതി റിമാൻഡ് ചെയ്തുവെങ്കിലും കേസിനെ ചുരുളഴിക്കാൻ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ ഇവരെ കസ്റ്റഡിയിൽ വേണമെന്ന് നാളെ കോടതിയിൽ പോലീസ് ശക്തമായി തന്നെ വാദിക്കും. ഉമ്മർ ഡപ്പാളിനും മോനിഷ് മോഹനും JK അൻസാറിനുമൊപ്പം ടോബി ജോൺസൺ, മീഡിയ 1 കൊച്ചി. നടിയെ ആക്രമിച്ച സംഭവം പ്രധാന പ്രതിയുടെ ഭാവനയ്ക്കനുസരിച്ച് നടത്തിയ കുറ്റകൃത്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുറ്റവാളികൾക്ക് സഹായം ചെയ്തവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഒരു നടന് കൃത്യത്തിൽ പങ്കുണ്ടെന്നും ചോദ്യം ചെയ്തു എന്നുമുള്ള വാർത്തകൾ കള്ളമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് വിശദീകരിച്ചു. ആളെ പിടികൂടിയിട്ട് കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിലാണല്ലോ പറയാൻ പറ്റും ആരെങ്കിലും ഇതിൻ്റെ പിന്നിലുണ്ടോ. മനസ്സിലാക്കിയിടത്തോളം ഈ പറയുന്ന പ്രധാന പ്രതിയുടെ തന്നെ ഭാവനയാണിത്. പ്രധാന പ്രതിയുടെ ഭാവനക്കനുസരിച്ച് നടത്തിയ ഒരു നടപടിയാണിത്. അയാളുടെ മനസ്സിൽ ഉയർന്നു വന്ന ഒരു സങ്കല്പം, ഒരു കുറ്റകൃത്യം എങ്ങനെ നടത്തണം എന്ന് കുറ്റവാളി സങ്കല്പിച്ചു കൊണ്ടുവല്ലോ. അതിൻ്റെ ഭാഗമായി നടത്തിയ കാര്യം. കേരളത്തിന്റെ മനസ്സാക്ഷിയെ പിടിച്ചുകുലുക്കിയ കേസിന് താഴെ വീഴുകയാണോ? ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്ന സ്പെഷ്യൽ എഡിഷനോടൊപ്പം ഉള്ളത് കോൺഗ്രസിന്റെ ശ്രീമതി ബിന്ദു കൃഷ്ണ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ശ്രീമതി അഭിഭാഷകയായ ശ്രീമതി RK ആശ ഉണ്ണിത്താൻ തൃശൂർ ബ്യൂറോയിലുണ്ട്. റിട്ടയേർഡ് DYSP ശ്രീ വേണുഗോപാല പണിക്കർ ആലപ്പുഴയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. CPMന്റെ ശ്രീമതി MC ജോസഫൈൻ ടെലഫോണിലുണ്ടാകും. സംവിധായകൻ വിനയനും സംവിധായകൻ മേജർ രവിയും ഈ ചർച്ചയിൽ ടെലഫോൺ വഴി പങ്കെടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഒരുപാട് മിസ്സിംഗ് ലിങ്ക്സ് ഇപ്പോഴും ഈ കേസിൽ ബാക്കി നിൽക്കുന്നുണ്ട്. ഒന്നാമതായി, കഴിഞ്ഞ കുറേ അധികം മണിക്കൂറുകളായി ചോദ്യം ചെയ്ത കേസിലെ പ്രധാന പ്രതി പൾസർ സുനിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ആ മൊഴി ഈ കേസിലെ തന്നെ അറസ്റ്റിലായ മറ്റു പ്രതികളുടെ മൊഴിയുമായി താരതമ്യം ചെയ്യുകയും ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള പൊരുത്തക്കേടുകൾ. 2, ഇതിലെ പ്രധാനപ്പെട്ട തെളിവ് അല്ലെങ്കിൽ ഇനിയും കണ്ടെത്താനുള്ള ആക്രമിക്കപ്പെട്ട നടിയെ ഉപദ്രവിക്കുന്നതിന് ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ള മൊബൈൽ ഫോൺ ഇപ്പോഴും അത് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മൂന്നാമതായി, കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടി കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള പോലീസിന്റെ അപേക്ഷ നാളെയാണ് മാജിസ്ട്രേറ്റ് പരിഗണിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു വ്യക്തത വരാൻ പാകത്തിൽ കാര്യങ്ങൾ പൂർണ്ണമായി നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടില്ല, പോലീസിനും ലഭിച്ചിട്ടില്ല. അപ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നത് നിലവിൽ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഇത് ആ പ്രതിയുടെ ഭാവനയ്ക്കനുസരിച്ച് നടത്തിയ കുറ്റകൃത്യമാണെന്ന്. ഇത് ഉചിതമായ ഒരു അഭിപ്രായ പ്രകടനമായി കാണുന്നുണ്ടോ? ഒരിക്കലും ഉചിതമായൊരു അഭിപ്രായ പ്രകടനമായി ഒരു ഭരണാധികാരിയുടെ നാവിൽ നിന്ന് വന്നുകൂടാത്ത വാക്കുകളാണ് ശ്രീ പിണറായി വിജയന്റെ നാവിൽ നിന്ന് വന്നതെന്ന് അങ്ങേയറ്റം വിഷമത്തോടു കൂടി പറയട്ടെ. ഈ കേസിന്റെ ചുരുൾ ഇനിയും അഴിഞ്ഞിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി പറയുമ്പോൾ
കേസിൽ പിടിക്കപ്പെട്ട പ്രതികളുടെ മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുള്ളപ്പോൾ കേരളം ഇഷ്ടപ്പെടുന്ന, നാട് ഇഷ്ടപ്പെടുന്ന നടിമാരും അതുപോലെ സംവിധായകരടക്കം മഞ്ജു വാര്യരും സംവിധായകനും നടനുമായ ലാൽ അടക്കം ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് ഇന്നും അസന്നിഗ്ധമായി പറയുമ്പോൾ ആ കാര്യം കേരളത്തിലെ ഓരോ പൗരനും വിശ്വസിക്കുമ്പോൾ എങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇത് പറയാൻ കഴിയുക? ഈ കേസിന്റെ ആരംഭഘട്ടം മുതൽ ആരെയൊക്കെയോ രക്ഷിക്കാൻ അല്ലെങ്കിൽ എന്തൊക്കെയോ ഒളിച്ചു വെക്കാൻ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവിടെ രാഷ്ട്രീയമൊന്നുമില്ല. സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ഇത്രയും ക്രൂരമായി പകൽ വെളിച്ചത്തിൽ എന്ന പോലെയുള്ള നാഷണൽ ഹൈവേയിലെ റോഡിൽ വെച്ച് എറണാകുളം നഗരത്തിന്റെ തിരക്കുകളിൽ പോലീസിന്റെ സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ അവരുടെ കൺമുന്നിൽ എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ അറിയപ്പെടുന്ന, കേരളം ആരാധിക്കുന്ന ഒരു നടിക്ക്, യുവനടിക്ക് ഇത്രയും പ്രശ്നമുണ്ടായിട്ട് അതിന്റെ ഗൗരവം ഭരിക്കുന്ന പാർട്ടി എടുക്കുന്നില്ല എന്ന വേദനയോടുകൂടി പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു. പൾസർ സുനിയെ ഇന്നലെ പൾസർ സുനിയെ പിടിച്ചു എന്ന ഏക കാര്യം കൊണ്ട് ആ നടപടി നമുക്ക് അഭിനന്ദിക്കാൻ കഴിയും. പക്ഷേ കേരള പോലീസിന്റെ മൂക്കിൻ തുമ്പിൽ ഈ ഒരാഴ്ച 6 ദിവസത്തോളമായി സ്വൈരവിഹാരം നടത്തിയ പ്രതിയെ നാടകീയമായി പിടിച്ചു എന്ന് പറയുമ്പോൾ നാടകീയമായി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് അങ്ങേയറ്റം മോശപ്പെട്ട കാര്യമാണ്. എങ്കിൽ പോലും പിടിച്ചു എന്നുള്ള ആശ്വാസം ഓരോ സ്ത്രീക്കും ഓരോ പൗരനും ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അതിനെ അംഗീകരിക്കുമ്പോൾ തന്നെയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു പ്രസ്താവന ഉണ്ടായത് എന്തൊക്കെയോ മൂടി വെക്കാൻ വേണ്ടിയാണെന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇനി കസ്റ്റഡിയിൽ വിട്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായി പറയുന്നു. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് എവിടെ നിന്ന് ലഭ്യമായ വിവരമെന്നാണ് പറയുന്നത്? ഒരു പ്രതി പറയുന്ന വാക്ക് കേട്ടാണോ അന്വേഷണ സംഘം തീരുമാനത്തിലെത്തേണ്ടത്? പ്രതികൾ ആരെങ്കിലും കൃത്യമായി ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു എന്നങ്ങ് മൊഴി കൊടുക്കുമോ? അപൂർവം കേസുകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും. എങ്കിലും അത് ക്രോസ് ചെക്ക് ചെയ്യാതെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥിരീകരിക്കാൻ കഴിയുകയില്ല. സംവിധായകൻ മേജർ രവി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മേജർ രവി, താങ്കൾ ടെലിഫോണിൽ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ മേജർ രവി, താങ്കൾ ടെലിഫോണിലുണ്ടോ? സർ, പല നിർണായകമായ സന്ദർഭങ്ങളിലും പ്രത്യേകിച്ച് രാജ്യസ്നേഹം സംബന്ധിച്ച് പ്രശ്നങ്ങൾ രൂപപ്പെട്ടിരുന്ന നിർണായകമായ സന്ദർഭങ്ങളിൽ പാട്രിയോട്ടിസം കൃത്യമായി പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് താങ്കൾ, ശ്രീ മേജർ രവി. താങ്കൾക്കറിയാമല്ലോ, ഒരു രാജ്യത്തിന്റെ യശസ് ഉയരുന്നത് അവിടുത്തെ സ്ത്രീകൾക്ക് എത്രത്തോളം സുരക്ഷ ഉറപ്പാക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതൊരു അളവുകോലാണ് അതിനുള്ളത്. അതിന് കളങ്കം ചേർത്തിയ ഒരു സംഭവമായിരുന്നു താങ്കൾ ഉൾപ്പെടുന്ന ഫ്രട്ടേണിറ്റിയിലെ ഒരു പ്രമുഖ യുവനടിക്ക് ഉണ്ടായിട്ടുള്ള ഈ ആക്രമണം. കേരളത്തിൻ്റെ മനസാക്ഷി ഒന്നാകെ അവർക്കൊപ്പം ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്, അവർക്ക് ധാർമ്മികമായ പിന്തുണ നൽകുന്നുണ്ട്. അപ്പോഴാണ് ഇതിലെ പ്രധാന പ്രതി പൾസർ സുനി പോലീസിൻ്റെ പിടിയിലാകുന്നത്. ഇപ്പോഴും സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. സിനിമാ മേഖലയിൽ തന്നെ നിന്നുള്ളവർ തന്നെ ഇപ്പോഴും പറയുന്നത് ഇതിന് പിന്നിൽ ചില ആസൂത്രണം നടന്നിട്ടുണ്ട്, ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഇതിന് പിന്നിൽ മറ്റാരുടെയൊക്കെ ചില പങ്കാളിത്തമുണ്ടെന്ന് സംശയിക്കാൻ പാകത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന്. പോലീസിനും അക്കാര്യങ്ങൾ പൂർണ്ണമായി പോലീസും തള്ളിക്കളഞ്ഞിട്ടില്ല. അപ്പോഴാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് അല്ലെങ്കിൽ വിവരങ്ങൾ അനുസരിച്ച് പ്രഥമ ദൃഷ്ട്യാ ഇതെല്ലാം ആ പ്രതിയുടെ ഭാവനയ്ക്കനുസരിച്ച് നടത്തിയ കുറ്റകൃത്യമാണെന്ന് പറയുന്നത്. ഇതിനെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ആ പ്രതിയുടെ ഭാവനയ്ക്കനുസരിച്ച് എന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ടായിരിക്കും പറയുന്നത്. ഇപ്പം ഇതിന് എനിക്ക് മുന്നേ സംസാരിച്ചത് ശ്രീമതി ബിന്ദുകൃഷ്ണയാണെന്ന് തോന്നുന്നു, ഞാൻ ടെലിഫോണിലായതുകൊണ്ട്. അതെ, മാഡം ബിന്ദുകൃഷ്ണ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യത്തിൽ കുറെ കാര്യത്തിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നതെല്ലാം ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇവിടെ നമ്മൾ സ്ട്രേറ്റ് അവേ ഒരു ഗവൺമെന്റിനെ അക്യൂസ് ചെയ്യുന്നതിന് മുന്നേ ചില പ്രോബ്ലംസ് പോലീസിന്റെ ഒരു എൻക്വയറി. ഇപ്പൊ മാഡം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവരെന്തുകൊണ്ട് ഈ പ്രതിയെ എടുത്തുകൊണ്ട് അവരെടുത്തുനിന്ന് ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നില്ല എന്നുള്ളത്. ഇവിടെയാണ് എനിക്കൊരു കാര്യം പബ്ലിക്കിന്റെ അടുത്തും പറയാനുള്ളത്. ഒരു പോലീസിന് അവരുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു പ്രതിയെ നിങ്ങൾ മർദ്ദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ 3rd ഡിഗ്രി മെത്തേഡ് എടുത്തുകൊണ്ടോ ഒരു ഇൻഫർമേഷൻ എടുക്കുക എന്ന് പറയുന്നത്, ഞാൻ രാജീവ് ഗാന്ധി വധക്കേസ് അടക്കം അന്വേഷിച്ചിട്ടുള്ള ആ അന്വേഷണത്തിൽ ഉണ്ടായിരുന്ന ഒരു കമാൻഡോ ഓഫീസർ കൂടിയാണ്. അവിടെ ഇത്രയും വലിയ ഭീകരരെ പിടിക്കുന്ന സമയത്ത് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു പ്രതിയോട് നമ്മൾ എങ്ങനെയെല്ലാം പെരുമാറണം എന്നുള്ളത് നിയമത്തിന്റെ മുറ വിട്ടിട്ട് നമുക്ക് പെരുമാറാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ദിവസം കൊണ്ട് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടായിരിക്കും മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത്. അതിനെ പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ യെസ് അക്യൂസേഷൻ എന്നെല്ലാം പറയാം. പക്ഷെ സ്റ്റോപ്പ് കൺക്ലൂഡിങ് ഇൻ ടു ദിസ്. ഇതിനകത്ത് ഗൂഢാലോചന ഉണ്ടെന്ന് പറയുന്ന സമയത്ത് എന്താണ് ഈ പറയുന്ന വ്യക്തികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അത് അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ ഒരു കാരണം കൂടി ആയിരിക്കാം ഇതുപോലെ പറഞ്ഞിട്ടുള്ള അക്യൂസേഷൻ പറയുന്നത്. ഞാൻ ഇടപെടട്ടെ, ഒരു നിമിഷം ഇടപെടട്ടെ ശ്രീ മേജർ രവി. താങ്കൾ പറഞ്ഞത് ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് താങ്കൾ പറഞ്ഞതുപോലെ ശരിയാണ്,
പോലീസിന് പരിമിതികൾ ഉണ്ടാകാം, നിയമത്തിൻ്റെതായ നിയമം അനുശാസിക്കുന്ന ചില രീതികളുണ്ട്. ആ സമ്പ്രദായങ്ങളിലൂടെ മാത്രമേ കൂടുതൽ തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും അറിയാൻ കഴിയുള്ളൂ, സ്വാഭാവികമാണ്. പക്ഷേ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അദ്ദേഹം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പ്രതികരണം ചോദിച്ചപ്പോഴും വരട്ടെ, കാര്യങ്ങൾ കൃത്യമായി നോക്കട്ടെ, മനസ്സിലാക്കട്ടെ, അതിനുശേഷം പ്രതികരിക്കാം എന്ന നിലപാട് പക്വതയോടുകൂടി എടുത്ത വ്യക്തിയാണ്. അപ്പോൾ കേസിൽ ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് പൂർണ്ണമായി പ്രതിയെ വിട്ടുകിട്ടാതിരിക്കുകയും പ്രധാനപ്പെട്ട തുണ്ടി മുതലായിട്ടുള്ള മൊബൈൽ ഫോണിനെ സംബന്ധിച്ച് ഒരു സൂചനയും ലഭിക്കാതിരിക്കുകയും മികച്ച അഭിഭാഷകരെ വെച്ച് കോടതിയിൽ കേസ് വാദിക്കാൻ പ്രതിക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടെന്നുള്ള ആക്ഷേപങ്ങളും അഭ്യൂഹങ്ങളും നിലനിൽക്കുകയും പുറത്തുനിന്ന് മറ്റാരൊക്കെയോ ഉന്നതരുടെ ഇടപെടലുണ്ടെന്ന് പൊതുസമൂഹം സംശയിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇതെല്ലാം പ്രതിയുടെ ഭാവനയാണ് എന്ന് പറയേണ്ട എന്ത് സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിക്ക് മേലുള്ളത്? ഇല്ല, അങ്ങനെ ആ ഭാവനയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എനിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രി പറയുന്നതിന് മുന്നേ ഭാവന എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള അങ്ങനെ പറയേണ്ട ഒരു സമയമായിട്ടില്ല. കാരണം ഇനിയും ഇതിന്റെ ഇന്റർഗേഷൻസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പോയിട്ട് അത് കഴിയുന്നവർക്ക് ഇതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പ്രതിയെ നമ്മുടെ പോലീസ് കസ്റ്റഡിയിൽ വെക്കാനുള്ള സമയപരിമിതി, അത് കഴിഞ്ഞിട്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വക്കീലുമാരുടെ അവൻ ഇത്രയും പൈസ കൊടുത്തിട്ട് വക്കീലുമാരെ ഏർപ്പാട് ചെയ്യാനുള്ള കഴിവുള്ള ഒരു വ്യക്തിക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്നതാണ് ഇവന്റെ പിറകിൽ ഏതോ വലിയ ശക്തികൾ കിടന്ന് കളിക്കുന്നുണ്ട്. അല്ലാതെ ഇവനൊരു ഡ്രൈവറായിരിക്കുന്ന ഒരുത്തന് ഇങ്ങനൊരു മാസ്റ്റർ മൈൻഡ് ചെയ്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ആ പ്രമുഖ വ്യക്തികൾ അല്ലെങ്കിൽ അത് ആരാണ് ഈ വലിയ വ്യക്തികൾ എന്നുള്ളത് അൺടിൽ ഇതിനു മുന്നേ പല അഭ്യൂഹങ്ങളും ഈ 3-4 ദിവസം കൊണ്ട് സിനിമാ നടന്മാരെയും നടിമാരെയും പലരെയും അക്യൂസിഷൻ ചെയ്തുകൊണ്ടുള്ള ഈ അപകീർത്തികൾ കുറെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ എല്ലാം മാനസിക സംഘർഷം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ആരാണെന്നുള്ളത് ഇതുവരെയും അറിയാത്ത സ്ഥിതിക്ക് ഏത് കൈയാണ് ഇതിന്റെ പിറകിലെന്നുള്ളത് ഇല്ലാത്ത സ്ഥിതിക്ക് ഒരാളും ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതും ശരിയല്ലാതെ. ഞാൻ വരാം. സംവിധായകൻ വിനയൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വിനയൻ, ശരിയാണ്, ചിലപ്പോൾ ദൗർഭാഗ്യകരമാണ് എന്ന് പറയേണ്ടി വരും. ഇതിന്റെ അന്വേഷണ ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും സ്വാഭാവികമായി ചലച്ചിത്ര ലോകത്തെ ചില പ്രമുഖ നടന്മാർക്ക് നേരെ സംശയത്തിന്റെ ദൃഷ്ടിയുണ്ടായിരുന്നു. അത് മാധ്യമങ്ങളിൽ കഥകളായും കെട്ടുകഥകളായും വാർത്തകളായും ഒക്കെ അവതരിക്കുകയുണ്ടായി. അപ്പോൾ നടൻ ദിലീപ് പരസ്യമായ രംഗത്ത് വന്ന് തന്നെ ക്രൂശിക്കുന്നതിനെതിരെ ഇപ്പോൾ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിയും ആ കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. സാങ്കല്പികമായ പ്രതികൾക്ക് പിന്നാലെ അന്വേഷണം പോകേണ്ടതില്ല എന്ന്. അതൊക്കെ ഇതിന്റെ മറ്റൊരു വശമാണ്. പക്ഷേ പ്രതി പിടിക്കപ്പെടുകയും പ്രതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇനിയും അറിയാനിരിക്കുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം ഈ പ്രതി ബ്ലാക്ക്മെയിലിങ്ങിന് വേണ്ടി പ്രതിയുടെ മൊഴിയെ അടിവരയിട്ട് അതാണ് ശരി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം വന്നത് ശരിയായോ എന്നതാണ് ആദ്യം താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, ഇത്തരം കേസുകളൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ ഇങ്ങനെയുള്ള ഓൺലൈൻ മീഡിയയിലൊക്കെയുള്ള വാർത്തകളും സംഭവങ്ങളും ഒക്കെ വരാറുള്ളതാണ്. അത് എന്തെങ്കിലും കാരണത്താൽ, കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഒരു ദിലീപിന്റെ ഇഷ്യൂ വന്നത് ഭാവന എന്ന് പറയുന്ന നടിയെ 2 വർഷം ഇദ്ദേഹം വിലക്കിയിരുന്നു, എന്തോ പണം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ ആ കുട്ടിയുടെ ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു ഈ ഓൺലൈൻ മീഡിയ ഇങ്ങനെ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കും. അതിപ്പോ എല്ലാത്തിലും ഉണ്ടല്ലോ. ജിഷ വധ കേസില് ഒരു വളരെ സീനിയറായ ഒരു രാഷ്ട്രീയ നേതാവിനെ പറ്റി എന്തെല്ലാം വന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് രസമായിട്ട് തോന്നിയത് ഇത്രയും ആക്രമണത്തിന് വിധേയയായ ഒരു കുട്ടിയുടെ അഭിമാന പ്രശ്നമോ ഉണ്ടായാലോ ഡാമേജോ സെന്റിമെന്റ്സിനെക്കാട്ടിലൊക്കെ വലുതായിട്ടൊരു നടനെതിരെ വരുന്ന ഓൺലൈൻ പ്രചാരണത്തിനാണ് വലിയ പ്രശ്നമെന്നൊന്നും പറഞ്ഞ വലിയ കഥയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇപ്പം ബഹുമാന്യായ മുഖ്യമന്ത്രി ഇത് എന്താ ഗൂഢാലോചന ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞെന്ന് പറയുന്നു. പക്ഷെ എനിക്കറിയില്ല, ഞാനത് കേട്ടില്ല. അത് ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല. കാരണം അന്വേഷണം നടക്കുകയാണല്ലോ. ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അങ്ങനെ അദ്ദേഹം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഈ എല്ലാവരും വിശ്വസിക്കുന്നു, നമ്മളൊക്കെ വിശ്വസിക്കുന്നു, ഇതിനകത്ത് ഈ പറയുന്ന നടനോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല, അത് സത്യമാണ്. പക്ഷെ എന്തോ ഒരു ഗൂഢാലോചന ഒരു വളരെ പ്ലാനിങ് ആയിട്ട് ഈ ഡ്രൈവർമാരെ വെച്ചുകൊണ്ട് ആരൊക്കെയോ പ്രവർത്തിച്ചിരിക്കാം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ട്. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ഞാൻ വരാം. താങ്കൾ ദയവായി ടെലിഫോണിൽ തുടരണം. ശ്രീമതി ആശ, അഡ്വക്കേറ്റ് ആശ, ഇവിടെ മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയോട് പല സന്ദർഭങ്ങളിലും അവർക്ക് സിനിമയിൽ ലഭിച്ചിരുന്ന ചാൻസുകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് അവർ തന്നെ പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയും അത് കേട്ടവർ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ തന്നെ ഒരു ഘട്ടത്തിൽ ഇത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു തരം മറ്റ് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടോ കുടുംബകാര്യങ്ങളിൽ ഇടപെട്ടതിന്റെ പേരിലോ ഒരു വ്യക്തിപരമായ അലോസരമോ ഇഷ്ടക്കേടോ ഉണ്ടായിരുന്നുവെന്നും
ഒരു പ്രതികാര നടപടിയുടെ സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതിൻ്റെയൊക്കെ പുറത്തായിരിക്കാം ഒരുപക്ഷെ പ്രമുഖ നടന് ഇതിൽ പങ്കുണ്ടോ എന്ന സംശയത്തിൽ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടാവുക. ആ സന്ദർഭത്തിൽ ഇത് സാങ്കല്പികമായ പ്രതി ചേർക്കലാണ്, അത്തരത്തിലൊരു അന്വേഷണത്തിന്റെ ആവശ്യമേ ഇല്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല, ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ സാങ്കല്പികമായ പ്രതികളുടെ പിന്നാലെ അന്വേഷണം വഴിതിരിച്ചു വിടും എന്നാരും കരുതേണ്ടതില്ല എന്നൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച് പറയേണ്ടതുണ്ടോ? സ്വാഭാവികമായി നടനായാലും സാധാരണക്കാരനായാലും മറ്റേത് ഉന്നത പദവിയിലുള്ള ആളായാലും സംശയിക്കപ്പെടുന്നുണ്ടെങ്കിൽ, സംശയകരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ഒരു അന്വേഷണം അതിൻ്റെതായ വഴികളിലേക്ക് നീങ്ങില്ലേ? ഇവിടെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം, കേരള മുഖ്യമന്ത്രി, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ലെജിസ്ലേറ്റീവ് ഹെഡ് മാത്രമാണ്. അദ്ദേഹത്തിന് മുന്നിലല്ല കേസ് വിസ്തരിക്കേണ്ടതും ആരാണ് പ്രതിയെന്ന് തീരുമാനിക്കേണ്ടതും. ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേഷനെ കേർട്ടേൽ ചെയ്യാനായിട്ടുള്ള ഒരവകാശവും ലെജിസ്ലേറ്റീവ് ഹെഡിന് നമ്മുടെ CRPCയിലോ നൽകിയിട്ടില്ല. ക്രിമിനൽ നടപടിക്രമപ്രകാരം മാത്രമേ കേസ് അന്വേഷിക്കാൻ സാധിക്കുള്ളൂ. അതൊരു സെൻട്രൽ ആക്റ്റാണ്, അതിൽ കയറി ഇടപെടാൻ കേരളത്തിന് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രി പറയുമെന്ന് ഞാൻ വിചാരിക്കണില്ല. അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലിപ്പ് ഓഫ് ദി ടങ് ആയിരിക്കും. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു അറിവ് കുറവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് താങ്കളും പറഞ്ഞു, ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത സംവിധായകൻ വിനയനും പറഞ്ഞു ഇങ്ങനെ പറയുമെന്ന് കരുതുന്നില്ല. സ്വാഭാവികമായ ഒരു ആശയക്കുഴപ്പവും സംശയവും ഇത് കണ്ടിരിക്കുന്നവർക്കും ഉണ്ടാകാം. നമുക്ക് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. ആളെ പിടികൂടിയിട്ട് കൂടുതൽ വിവരങ്ങൾ ഉണ്ടെങ്കിലാണല്ലോ പറയാൻ പറ്റും ആരെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടോ. മനസ്സിലാക്കിയിടത്തോളം ഈ പറയുന്ന പ്രധാന പ്രതിയുടെ തന്നെ ഭാവനയാണിത്. പ്രധാന പ്രതിയുടെ ഭാവനക്കനുസരിച്ച് നടത്തിയ ഒരു നടപടിയാണിത്. അയാളുടെ മനസ്സിൽ ഉയർന്നു വന്ന ഒരു സങ്കല്പം, ഒരു കുറ്റകൃത്യം എങ്ങനെ നടത്തണം എന്ന് കുറ്റവാളി സങ്കല്പിച്ചു പോകുമല്ലോ, അതിന്റെ ഭാഗമായി നടത്തിയ കാര്യം. അഡ്വക്കേറ്റ് ആശ കേട്ടല്ലോ അല്ലേ? ഞാനിത് കേട്ട് തന്നെയാണ്. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ പഴയ മുഖ്യമന്ത്രി നായനാർ പറഞ്ഞിട്ടായിരുന്നു ഉപ്പും പുളിയും തട്ടുന്ന ആവല്ലേ തപ്പും പിഴയൊക്കെ പറ്റുന്നു. അപ്പോൾ അതുപോലെ ഇദ്ദേഹത്തിനും വേണമെങ്കിൽ തെറ്റുപറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പോലീസുകാർ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. കാരണം ഒരു പ്രതി പറയുന്നിട്ട് പ്രതിയല്ല ഇൻവെസ്റ്റിഗേഷനെ ലീഡ് ചെയ്യേണ്ടത്. കേരള പോലീസ് സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടി ഇവിടെയും ചെയ്യാണ്. പ്രതിയാണ് ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ ലീഡ് ചെയ്യേണ്ടത്, പ്രതിയല്ല ഇൻവെസ്റ്റിഗേഷൻ ലീഡ് ചെയ്യേണ്ടത്. തെളിവുകളാണ് ഇൻവെസ്റ്റിഗേഷൻ ലീഡ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ പറ്റുക. പ്രതിയുടെ മൊഴിക്ക് എത്രത്തോളം, പോലീസുകാരുടെ മുന്നിൽ വന്നിട്ടുള്ള പ്രതിയുടെ മൊഴിക്ക് എത്രത്തോളം ആധികാരികതയുണ്ട് എന്നുള്ളത് നിയമം പഠിച്ച എല്ലാവർക്കും അറിയാവുന്നതാണ്, കോടതി പോകുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചില കാര്യങ്ങളൊന്നും നമ്മുടെ പരിധിയിൽപ്പെടുന്നതല്ല. അത് എല്ലാവരും കയറി അഭിപ്രായം പറയാൻ പാടില്ല. ലെജിസ്ലേറ്റീവ് ഹെഡ് ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. അതായത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് കഴിവില്ലാത്ത ആളുകളാണെങ്കിൽ അവരെ മാറ്റി പുതിയ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെ ഏൽപ്പിക്കണം. അതിന് എന്തെങ്കിലും കുറവുകളോ അതിൻ്റെ മോഡേണൈസിംഗ് ഓഫ് പോലീസിന്റെ ഭാഗമായി ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ എടുക്കാനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യണം. അല്ലാണ്ട് ജുഡീഷ്യറിയിൽ നടക്കേണ്ടുന്ന പരിപാടിയിൽ ഒരിക്കലും ഒരു ലെജിസ്ലേറ്റീവ് ഹെഡ് കയറി പെരുമാറാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് ജുഡീഷ്യറിയുടെ മുകളിൽ പോയിട്ട് സ്റ്റേറ്റ് ഹെഡിന്റെ മുകളിൽ പോലും ലെജിസ്ലേറ്റീവ് ഹെഡിന്റെ മുകളിൽ പോലും വിശ്വാസം നഷ്ടപ്പെടുന്നത്. കാരണം സ്ത്രീകളുടെ സുരക്ഷയെ ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകളുടെ എല്ലാവിധ അവകാശങ്ങളെയും സംരക്ഷിക്കുമെന്നൊക്കെ ഉറപ്പ് പറഞ്ഞുകൊണ്ടും നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ കയറ്റിവിടുന്നത്. അവിടെ ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു പ്രമുഖ നടനിലേക്ക് അതായത് ദിലീപിലേക്ക്, എനിക്ക് പ്രമുഖ നടന്ന് പറയണ പേടിക്കില്ല, ഒരു എക്യൂസ്ഡിന്റെ പേര് പറഞ്ഞുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ് എക്യൂസ്ഡ് എന്ന് വെച്ചാൽ കുറ്റ ആരോപിതൻ മാത്രമാണ്. എന്നെയും വേണമെങ്കിൽ കുറ്റ ആരോപിതയായിട്ട് പറയാം. കുറ്റം ആരോപിച്ചു എന്ന് വെച്ചിട്ട് എന്റെ മാനം പോയിന്ന് ഞാൻ സമ്മതിക്കില്ല. കുറ്റം ആരോപിതനായ ആളുകൾ കൃത്യമായി കോടതിയിൽ വന്ന് പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ട്രയലിന് ഫേസ് ചെയ്യാനുള്ള അവകാശമുണ്ട് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ. നമ്മളെയൊക്കെ പിടിച്ചുകൊണ്ടു കഴിഞ്ഞാൽ പോലീസ് ആദ്യം പറയുന്നതല്ലേ, നിങ്ങൾ പോയി ട്രയൽ ഫേസ് ചെയ്തോളൂ, നിങ്ങൾ കോടതി പറഞ്ഞു ഞാൻ ഒരു കുറ്റവും ചെയ്തില്ലേ സാറേ എന്ന് പറയാൻ വല്ല കാര്യമുണ്ടോ? അപ്പൊ ഇവരൊക്കെ അതുപോലെ ട്രയൽ ഫേസ് ചെയ്യട്ടെ. നടൻ ദിലീപ് ട്രയൽ ഫേസ് ചെയ്യട്ടെ. ഇനി വേറെ ഏതെങ്കിലും നടന്മാരുണ്ടെങ്കിൽ സിദ്ധാർത്ഥ ഭരതനോ ആരൊക്കെയോ പേരുകൾ കേട്ടു, ഈ പേരുകളൊക്കെ തന്നെ പോയിട്ട് ട്രയൽ ഫേസ് ചെയ്യട്ടെ. അഥവാ പോലീസ് അവരുടെ പേരിൽ കുറ്റപത്രം ചാർജ് ചെയ്യും. അതായത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന്റെ മുകളിലേക്ക് ഒരു കർട്ടൈലിംഗ് ആയിട്ടുള്ള ഒരു ലെജിസ്ലേറ്റീവ് ഹെഡിന്റെ ഭാഗത്ത് കർട്ടൈലിംഗ് ആയിട്ടുള്ള ഒരു ഓർഡർ ഇടുന്ന പോലെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന. എന്നീ പ്രസ്താവന കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് കൃത്യമായിട്ട് തന്നെ കോടതി മോണിറ്റർ ചെയ്യണം. ഒരു ജുഡീഷ്യൽ മോണിറ്ററിംഗിനുള്ള എല്ലാവിധ കൃത്യമായിട്ടുള്ള അവസ്ഥയുണ്ട്. കോടതി മോണിറ്റർ ചെയ്യണം ഈ ഇൻവെസ്റ്റിഗേഷൻ. അതാണ് ഇവിടുത്തെ ഡിമാൻഡ്. അല്ലാണ്ട് പ്രധാന പ്രതി അറസ്റ്റിലായി എന്നത് ശരിയാണ്. പ്രധാന പ്രതി അറസ്റ്റിലായി എന്നത് അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യവുമാണ്.
കേരളത്തിൽ ഇത്രയും ഹീനമായ ഒരു കുറ്റകൃത്യം നടന്ന് കേരളത്തിലെ പൊതുസമൂഹം ഒന്നാകെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു എപ്പോഴായിരിക്കും പ്രധാന പ്രതിയുടെ അറസ്റ്റ് ഉണ്ടാകാൻ പോകുന്നതെന്ന്. അത് നടന്നു, നല്ല കാര്യം തന്നെ. അതിൽ അന്വേഷണം പുരോഗമിക്കുകയുമാണ്. പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയാണ് പ്രതിയെ. നാളെ അവരുടെ അപേക്ഷ കോടതി പരിഗണിക്കാൻ പോകുന്നു. ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മാഡം പലതരത്തിലുള്ള സംശയങ്ങൾ. ഒന്ന്, ഈ പ്രധാന പ്രതി ഇപ്പോൾ പറയുന്ന മൊഴി കുറ്റകൃത്യം ചെയ്യുമ്പോൾ മലയാളത്തിലെ പ്രമുഖയായ യുവനടിക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ അവരോട് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിഭിന്നമാണ്. അയാൾക്കൊപ്പം പിടിച്ചിട്ടുള്ള കൂട്ടുപ്രതികൾ നൽകിയിട്ടുള്ള മൊഴിയിൽ നിന്ന് വിഭിന്നമാണ്. അയാൾ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ ഈ മൊഴിയിൽ. ഇതൊരു ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടി താൻ ആസൂത്രണം ചെയ്തതാണെന്ന ഈ മൊഴി, അതിന് പിന്നിൽ ചില താല്പര്യങ്ങളുണ്ട്. ചിലർ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രതിയെയാണ് നമ്മൾ പൾസർ സുനിയിൽ കാണുന്നത്. അങ്ങനെ കേരളത്തിൽ ഒന്നാകെ ഇതിന് പിന്നിൽ ആരാണ്, എന്ത് തരം ഗൂഢാലോചന നടന്നു, ആരാണ് ഇതിന് ആസൂത്രണം ചെയ്തത്, ആരൊക്കെ സഹായം ചെയ്തു എന്ന ഒരു വലിയ സംശയം ബാക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇത് പ്രതി പറഞ്ഞതുപോലെ തന്നെ ആകാനാണ് സാധ്യത എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? അല്ല, അത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ പറഞ്ഞത് ശരിയാണ്. വളരെ ആകാംക്ഷയോടെയാണ് കേരളം കാത്തിരുന്നത്. ആ കാത്തിരിപ്പ് സഫലമായി. ഇന്നലെ പ്രതിയെ പിടികൂടി. പ്രതി ഇപ്പോ നാളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ അന്വേഷണം, അതായത് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അവരുടെ ചോദ്യം ചെയ്യൽ തുടരും. അപ്പൊ നമ്മൾ കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കണം. അതേ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന പോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, ജനങ്ങളുടെ ആകാംക്ഷയ്ക്ക് മറുപടി പറയേണ്ട ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് അത്തരം മറുപടി പറയാൻ കിട്ടുന്നത് പോലീസിൽ നിന്നാണ്. അപ്പോൾ പോലീസ് കൊടുത്തിട്ടുള്ള വിവരമനുസരിച്ച് അദ്ദേഹം ഇപ്പൊ പറയുന്നു. പക്ഷെ എന്ന് വെച്ച് പ്രതികളെ രക്ഷിക്കാനാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നത്, സംശയിക്കുന്നത് ശരിയല്ല. അല്ല, ശ്രീമതി എം സി ജോസഫൈൻ, താങ്കൾക്കറിയാമല്ലോ കേരളം ഇതുവരെ കണ്ട മുഖ്യമന്ത്രിമാരുടെ ഒരു പേഴ്സണാലിറ്റി മേക്കപ്പ് അല്ല ശ്രീ പിണറായി വിജയന്റേത്. അദ്ദേഹം കേരളത്തിന്റെ ആകാംക്ഷ ശമിപ്പിക്കാനോ അവരുടെ മേൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനോട് ഉടൻ വഴങ്ങി പെട്ടെന്ന് മറുപടി പറയുകയോ ചെയ്യുന്ന ഒരു വ്യക്തിത്വമല്ല അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ അത് ആലോചിച്ചുറപ്പിച്ച് വളരെ പക്വതയോടുകൂടി ഈ കാര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തിത്വമാണ് ശ്രീ പിണറായി വിജയന്റേത്. അദ്ദേഹം പോലീസ് അന്വേഷണത്തിലിരിക്കുന്നൊരു കാര്യം, പ്രധാനപ്പെട്ട തൊണ്ടി മുതൽ പോലും കണ്ടെത്താത്ത സാഹചര്യം, പോലീസിന് പൂർണ്ണമായി കസ്റ്റഡിയിൽ കിട്ടാതിരിക്കുന്ന സാഹചര്യം, പോലീസ് തന്നെ ഇപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് ആശ പറഞ്ഞതുപോലെ പ്രതി പറയുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അവിടെ ആ വകുപ്പ് ഭരിക്കുന്ന അതിൻ്റെ തലവൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുകയാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതെല്ലാം പ്രതിയുടെ ഭാവനയാണെന്ന് പറഞ്ഞാൽ അത് പോലീസിന്, അന്വേഷണ ഏജൻസികൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്തായിരിക്കും? അല്ല, അത് മുഖ്യമന്ത്രി അങ്ങനെ ഒരു ഇത് പറഞ്ഞു എന്ന് കരുതി അതിന്റെ ഒരു സന്ദേശം നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കേണ്ട കാര്യമില്ല. പോലീസിന്റെ ഡ്യൂട്ടി ചെയ്യട്ടെ. അവർ നാളെ ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അവരുടേതായ രീതിയിൽ ചോദ്യം ചെയ്ത് തീർച്ചയായിട്ടും ഇതിനകത്തൊരു കാരണം ഈ ഊഹാപോഹങ്ങൾ, ഇതിന്റെ വ്യാപകമായിട്ട് ഊഹാപോഹങ്ങൾ നടക്കുന്നുണ്ട്. നിരവധി ഊഹാപോഹങ്ങളാണ്. അപ്പൊ ഈ അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും എല്ലാം അതിജീവിച്ചുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാണ് ശ്രീമതി എം സി ജോസഫൈൻ. ഞാൻ വരാം. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇവിടെ ഈ പറഞ്ഞതുപോലെ ഊഹാപോഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലതരത്തിലുള്ള കഥകൾ, കെട്ടുകഥകൾ, ആളുകളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള പലതരം സംഭവങ്ങൾ, ഇതെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിലും എല്ലാം മറ നീക്കി പുറത്തു വന്ന ചില കാര്യങ്ങളുണ്ട്. സിനിമാ ലോകത്തുള്ള മാഫിയ ബന്ധങ്ങൾ, അവിടെ നടക്കുന്ന ചില അനഭിലഷണീയമായ കാര്യങ്ങൾ, അതിനെ സംബന്ധിച്ച് സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള കെ ബി ഗണേഷ് കുമാർ MLA വെളിപ്പെടുത്തൽ, മന്ത്രി AK ബാലൻ നടത്തിയിട്ടുള്ള പരസ്യമായ പ്രസ്താവനകൾ, ഇങ്ങനെ സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സംശയങ്ങൾക്കിട വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഒരു പ്രമുഖ നടൻ, അദ്ദേഹത്തിനെതിരെ ചില വാർത്തകൾ വന്നു, കഥകളാകാം, അഭ്യൂഹങ്ങളാകാം, അതെല്ലാം പുറത്തു വന്നു. അതും അന്വേഷണത്തിന്റെ ഒരു പരിധിയിൽ വരേണ്ടതല്ലേ? അവിടെ അതിന് പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു, ആ അന്വേഷണം, അങ്ങനെയുള്ള ചില ആരോപണങ്ങളുണ്ട്, അങ്ങനെയുള്ള ചില കഥകളുണ്ട്, പക്ഷേ അതിൻ്റെ പേരിൽ ഒരു സാങ്കല്പിക പ്രതിയുടെ പിന്നാലെ പോകാൻ പോലീസ് ഉദ്ദേശിക്കുന്നില്ല. രണ്ട്, ഇനി ഈ പറയുന്ന പ്രതിക്ക് പിന്നാലെ ആരെങ്കിലും ഉണ്ടോ? അവിടെയും മുഖ്യമന്ത്രി പറഞ്ഞു, ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതെല്ലാം അയാളുടെ തന്നെ ഭാവനാ സൃഷ്ടികളാണ്, അദ്ദേഹമാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന്. എങ്ങനെ കാണുന്നു?
ഗോപികൃഷ്ണൻ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊന്ന് പറയട്ടെ, ഈ ചർച്ചയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കേട്ട് സത്യത്തിൽ എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് CPM-ന്റെ നേതാവ് മാത്രമല്ല, അദ്ദേഹം കേരളത്തിന്റെ ഞാൻ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും സംരക്ഷകനാകേണ്ട ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുള്ള നേതാവാ മുഖ്യമന്ത്രി. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും അദ്ദേഹം പറയില്ല, അദ്ദേഹം അതല്ല ഉദ്ദേശിച്ചത്, അദ്ദേഹം ഇങ്ങനെയാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ എങ്ങനെ കഴിയുന്നു? സിനിമാ രംഗത്തുള്ളവർക്ക് രാഷ്ട്രീയമാകണ്ടെന്നൊന്നും പറയുന്നില്ല. രാഷ്ട്രീയമൊക്കെ എന്ത് വേണേലും ആയിക്കോട്ടെ. തെറ്റ് പറഞ്ഞത് മുഖ്യമന്ത്രി ആയാലും ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും തെറ്റാണെന്ന് പറയാനുള്ള ആർജവം എല്ലാവരും കാണിക്കണം, വിശിഷ്യ കലാകാരന്മാർ കാണിക്കണം. കാരണം നിങ്ങളുടെ ഒന്നും രാഷ്ട്രീയം നോക്കിയല്ല ഞങ്ങളെല്ലാം നിങ്ങളെ ആരാധിക്കുന്നത്. ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളും നിങ്ങളെ ആരാധിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ പറയില്ല എന്നൊക്കെ പറയുന്നത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കേസ് സംബന്ധിച്ച് ഇന്ന് പറഞ്ഞത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അദ്ദേഹം അത് പിൻവലിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് മുൻപും ഇങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. ഞാൻ ഓർക്കുക, പോൾ മുത്തൂറ്റ് വധക്കേസിൽ എസ് കത്തിയാണ് അന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് ഇദ്ദേഹം പറഞ്ഞതാ. എസ് കത്തിയാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞതിന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്ത എന്ന് പറയുന്നത് ആലപ്പുഴയിൽ എസ് കത്തി നിർമ്മിക്കുവാൻ വേണ്ടി അന്നത്തെ കേസ് അന്വേഷിച്ച CI നടക്കുന്ന കഥകളടക്കം മാധ്യമങ്ങൾ പുറത്തുവിട്ടുന്നു. അതും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. നിശ്ചയമായും സിനിമാ ലോകത്തെ സംബന്ധിക്കുന്ന വലിയ കഥകൾ, ഈ സിനിമാ ലോകം എന്ന് പറയുന്നത് മറ്റൊരു ലോകം. എനിക്കൊന്നും നമുക്കാർക്കും സിനിമയുമായിട്ട് അടുത്ത ബന്ധമൊന്നുമില്ല. അത്യാവശ്യം സിനിമാക്കാരുമായിട്ട് ജസ്റ്റ് ഒരു പരിചയത്തിനപ്പുറത്തേക്ക് ബന്ധമില്ല. പക്ഷെ ഈ കേസ് വന്നതിന് ശേഷം ഞാനടക്കമുള്ള ഓരോരുത്തരുമായി സംസാരിക്കുന്ന സിനിമാ രംഗത്തുള്ളവർ, അറിയാത്തവർ പോലും വിളിച്ചിട്ട് അവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നു. കഞ്ചാവ് അടക്കമുള്ള മയക്കുമരുന്നുകൾ നിർലോഭമായി കിട്ടുന്ന, എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ കുറെ അധികം ആളുകൾ സിനിമയിൽ ഉണ്ട് എന്നും കൊട്ടേഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന രീതിയിലേക്ക് ചിലരെങ്കിലും മാറുന്നു എന്ന് പറയുമ്പോൾ അത് അന്വേഷിക്കാനുള്ള ബാധ്യത അവിടെ ശുദ്ധീകരണം നടത്തുക. ഏത് മേഖലയിലായാലും, രാഷ്ട്രീയ രംഗത്തായാലും ഏത് മേഖലയിലായാലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടത്തുമ്പോൾ അത് അന്വേഷിച്ച് അതിന് അറുതി വരുത്തുവാനുള്ള ഉത്തരവാദിത്വം തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനുണ്ട്. അതിന് പകരമായിട്ട് ഈ കേസല്ല ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. താങ്കൾ സൂചിപ്പിച്ച പോലെ ശ്രീ KB ഗണേഷ് കുമാർ, അദ്ദേഹം സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണ്. അദ്ദേഹം തന്നെ കേരളത്തോട് തുറന്നു പറയുന്നു, നിശ്ചയമായും സിനിമാ രംഗത്തെ അനഭിലഷണീയമായ പ്രവണതകൾ അന്വേഷിച്ച് തിരുത്തപ്പെടേണ്ടതാണ്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർ ഒരു അഭിപ്രായം പറയുമ്പോൾ എതിർക്കാൻ 100 പേരുണ്ടാകും. അവരെ അപമാനിക്കുമ്പോൾ ശ്രീ വിനയൻ, താങ്കൾ ഉണ്ടോ ടെലിഫോണിൽ? ശ്രീ വിനയൻ, ഇവിടെ ഈ കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഏതായാലും ഒരു പ്രതി നമ്മുടെ മുന്നിലുണ്ട്, പ്രധാനപ്പെട്ട പ്രതി. അയാൾ പറയുന്നത്, ഞാനിത് ബോധപൂർവം ബ്ലാക്ക് മെയിൽ ചെയ്ത് 50 ലക്ഷം രൂപ ഉണ്ടാക്കുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം, മറ്റൊരു ഉദ്ദേശവുമില്ല, അതിൽ ഒരു പങ്ക് കാമുകിക്ക് കൊടുക്കുക എന്നതാണ്. ഇവിടെ ഒരു നീലച്ചിത്ര നിർമ്മാണത്തിന്റെ വലിയ ശൃംഖലയുണ്ടെന്നും അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയായിരുന്നു ഇയാളെന്നും, ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടിയെടുക്കുകയും ഒപ്പം തന്നെ നീലച്ചിത്ര നിർമ്മാണത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുമുള്ള വേറൊരു പ്ലോട്ട് കൂടി ഇതിന്റെ പിന്നിൽ വരുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ പീഡിപ്പിക്കപ്പെട്ട് ഈ ആക്രമണത്തിനിരയായ യുവനടി തന്നെ പറയുന്നത്, ഞാൻ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുവെന്നാണ്. ഇനി ആ കൊട്ടേഷൻ കൊടുത്തതൊരു സ്ത്രീയാണെന്ന് വെളിപ്പെടുത്തിയെന്നാണ്. മൂന്നാമതായി, കൊട്ടേഷൻ കൊടുത്താണ് നിങ്ങൾ വന്നതെങ്കിൽ അതിലും കൂടുതൽ തുക ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞപ്പോൾ അത് പോരാ, ഈ കൊട്ടേഷൻ ഏറ്റെടുത്തതുകൊണ്ട് ഞാൻ എൻ്റെ പണി പൂർത്തിയാക്കിയ ശേഷമേ പോകൂ എന്ന് പറഞ്ഞാണ് ആ നടിയെ ഉപദ്രവിച്ചത്. അങ്ങനെ ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ മൊഴി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് മറ്റൊരു പ്ലോട്ടിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുന്നതും പ്രതിയിലേക്ക് കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നു എല്ലാം എന്ന നിലയിലേക്ക് ഒരു പുതിയ ദിശാമാറ്റം ഈ കേസിന് സംഭവിക്കുന്നത്. അത്ര പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുന്ന ഒന്നായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഇതൊരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോലെയുള്ള ഒരു സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അങ്ങനെ സംഭവിക്കാൻ പാടില്ല, അങ്ങനെ സംഭവിക്കത്തില്ല. അതിന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഒന്നും ഇടം കൊടുക്കില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഒരു സത്യം പറയാം, ഈ പെൺകുട്ടിയുടെ 164 കൊടുത്തിട്ടുണ്ട്. അവര് പറഞ്ഞിരിക്കുന്നു, ആ പെൺകുട്ടിയുടെ ഉറ്റ സുഹൃത്തായ, അവര് മനസാക്ഷി അത്ര പങ്കുവയ്ക്കുന്ന ഒരു സുഹൃത്താണ് നമ്മുടെ മഞ്ജു വാര്യർ. ആ കുട്ടിയെ കണ്ടിട്ട് വന്ന് പറഞ്ഞിരിക്കുന്നു. ഭാഗ്യലക്ഷ്മി വന്ന് കണ്ടിട്ട് പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇങ്ങനെ 164 കൊടുത്തിട്ടുണ്ട്, ഇതിനകത്ത് ഗൂഢാലോചനയുണ്ട് എന്ന് മാത്രമല്ല, അവരനുഭവിച്ച കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അനുഭവിച്ച വേദനകളും അതുകൊണ്ട് അവർക്കുണ്ടായ സംശയങ്ങളും ഒക്കെ 164 കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ രസകരമായ കാര്യം, ഇപ്പോ താങ്കൾ പറഞ്ഞ പോലെ ഈ പൾസർ സുനി എന്ന് പറയുന്ന ആള് മാത്രമാണ് ഈ ചെയ്തിരിക്കുന്നത്, വേറെ ആരും ഇല്ല എന്നാണ് ന്യൂസ് ഇങ്ങനെ പോലീസ് കൊടുക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മളാരും ചോദിച്ചില്ലല്ലോ. അവര് പോലീസ് അന്വേഷിച്ചിട്ട് പറയട്ടെ. ഇതിപ്പോ അച്ഛൻ പത്തായത്തിലും ഇല്ല പച്ചുംപുറത്തും ഇല്ല എന്ന് പറയുന്ന ലൈനിലുള്ള ഒരു ഡയലോഗാണ് പോലീസിന്റെ ഇന്ന് വരുന്നത്.
അപ്പൊ അതിനകത്ത് എന്തോ നമുക്ക് സാധാരണക്കാരന് സംശയം തോന്നിയാൽ തെറ്റ് പറയാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല, ഇയാള് രാത്രിയിൽ ഇപ്പൊ ഒരു വീഡിയോ കാണിച്ചു, ആരെയോ കാണാൻ പോയിരിക്കുന്നു, ആ കാണാൻ പോയത് ആരെയാണ്, ഒത്തിരി കാര്യങ്ങൾ. പിന്നെ പോലീസ് തന്നെ പറയുന്നു ഈ പിടിക്കപ്പെട്ട പ്രതികളെയെല്ലാം ഒരുമിച്ചിരുത്തി ക്വസ്റ്റ്യൻ ചെയ്താലേ ഇതിന്റെ കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. ഇയാളെ ഉപയോഗിച്ച്, കാരണം ഇയാൾ വെറും ഒരു യാദൃച്ഛികമായിട്ടൊന്നും അല്ലല്ലോ, ഇയാൾ 5-6 വർഷമായിട്ട് ഇത്തരം ക്രിമിനൽ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. അപ്പൊ ഇയാളെ ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട് ആരെങ്കിലും. അപ്പൊ അത് അന്വേഷിക്കുക, കണ്ടുപിടിക്കുക എന്നുള്ളതിന് പകരം ഇന്നലെ കിട്ടി, ഇന്നിപ്പോ കോടതി ഹാജരാക്കി, ഇന്നലെ കിട്ടി, ഈ ഒരു ദിവസം കൊണ്ട് ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാര്യങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കാൻ പറ്റും? ഒരിക്കലും ഇല്ല. അപ്പൊ അതിനുള്ള സമയം കൊടുക്കാതെ ഈ ഉന്നതങ്ങളിൽ നിന്ന് ഇങ്ങനെ എല്ലാം ഓക്കെ ആയി, എല്ലാം അന്വേഷിച്ചു, ഇത് വേറെ ആരുമില്ല, വേറെ നമ്മൾ കേൾക്കുന്നതൊക്കെ വെറും ഭാവനാ സൃഷ്ടിയാണെന്നൊക്കെ പറയുന്നതിനകത്തൊരു വേദന നമ്മുടെ സിനിമാക്കാർക്കുണ്ട്. കാരണം ഞാനിപ്പം ഒരു സാധാരണക്കാരനപ്പുറം ഞാനൊരു സിനിമയിൽ കഴിഞ്ഞ 10-25 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ബഹുമാനായ സിനിമാക്കാരുടെ സംഘടന പോലും അവർ കൂടിയിട്ട് ഈ കുട്ടിയുടെ വേദനയെക്കാട്ടിലും കൂടുതൽ വേറെ ചില വലിയ താരങ്ങൾക്കെതിരെ ശബ്ദങ്ങൾ വരുന്നു, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ അമ്മയുടെ ജനറൽ സെക്രട്ടറി പോലും പത്രക്കുറിപ്പ് ആദ്യമായിട്ട് അദ്ദേഹം ഇറക്കി ഞാൻ കാണുക. അപ്പൊ അതൊക്കെ കാണുമ്പോ ഈ വേദനയാണോ വലുത്, അതോ ഓൺലൈൻ മാധ്യമങ്ങൾ ആരെയൊക്കെ എന്തൊക്കെ നമുക്ക് എഴുതാറുണ്ട്, അങ്ങനെ ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്ന വേദനയാണോ വലുത് എന്നൊരു സാധാരണക്കാരനായ സിനിമാക്കാരനോ, ഒരു സാധാരണ ഈ നടിമാർ ഒത്തിരി ഉണ്ടല്ലോ ഈ രാജ്യത്ത്, അവരൊക്കെ ഒത്തിരി വേദനയും ഇതുപോലുള്ള പൾസർ സിനിമയിൽ നിന്ന് ഒത്തിരി ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരാണ് എന്നുള്ളത് വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ജീവിതത്തിൽ അനാഥരായിട്ട്, കാരണം ഇവിടെ നടന്മാരുടെ മേധാവിത്വത്തിന്റെ മുന്നിൽ കഷ്ടപ്പെടുന്ന ഒത്തിരി നടിമാരുണ്ട്. അവർക്കൊക്കെ മാനസികമായിട്ട് എന്ത് പ്രയാസം ഉണ്ടാകും ഇത് കേൾക്കുമ്പോ? കാരണം നമ്മൾ കേട്ട നമ്മുടെ ഡൽഹിയിൽ നടന്ന നിർഭയ കേസിനെക്കാട്ടിലും സീരിയസ് ആണിത്. ആ കുട്ടി യാദൃശ്യമായിട്ട് കൈ കാണിച്ച് ഒരു ബസ്സിൽ കയറിയപ്പം ആ ബസ്സിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടവരുണ്ടായിരുന്നു, ആ കുട്ടിയെ ആക്രമിച്ചു എന്നാണ്. ഇതല്ല, വളരെ പ്ലാൻഡ് ആയിട്ട് സ്വന്തം കൂടപ്പിറപ്പുകളെന്ന് വിശ്വസിക്കാവുന്ന ജോലി ചെയ്യുന്ന ഡ്രൈവേഴ്സോ അല്ലെങ്കിൽ അത് കണക്കുള്ളവരോ വിട്ട കാറില് അവരുടെ കൂടെ നല്ല ഫ്രീ ആയിട്ട് സഞ്ചരിച്ചു വരുമ്പോഴാണ് അവര് തന്നെ അവരാൽ ആക്രമിക്കപ്പെട്ട് സ്വന്തം മാനവും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു കുട്ടി. അതെല്ലാം ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ ആലോചിക്കണം. ഇതെല്ലാം പോയാലും കുഴപ്പമില്ല, എനിക്കിതിനെതിരെ പരാതി കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു വന്ന ഒരു കുട്ടി കാണിച്ചൊരു ത്യാഗം, അത് ഇവിടുത്തെ സ്ത്രീ സുരക്ഷയെ പറ്റിയൊക്കെ സംസാരിക്കുന്നവർക്ക് എവിടെ പോയപ്പോ ഇതിന്റെ കാര്യം? ഇത്രയും ഒരു ത്യാഗമനോഭാവം കാണിച്ച് സ്വന്തം ജീവിതവും മാനവും ഒക്കെ നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ കൂടെ നിൽക്കണോ? ഏതെങ്കിലും ഓൺലൈനിൽ ആരെ പറ്റിയെങ്കിലും ഒക്കെ ഗോസിപ്പ് പോകുന്നെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി സംസാരിക്കണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. റൈറ്റ്. ശ്രീ മേജർ രവി, താങ്കൾ നേരത്തെ അന്വേഷണത്തിന്റെ രീതികൾ പറഞ്ഞു. എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കിയതനുസരിച്ച് ഇതിന്റെ ഒരു മോഡസ് ഓപ്പറാൻഡി? ഇവിടെ അഡ്വക്കേറ്റ് ആശ പറഞ്ഞ ഒരു പോയിന്റ് താങ്കൾ ശ്രദ്ധിച്ചു കാണും. ഇവിടെ പ്രതി പറയുന്ന ഇൻഡിക്കേഷൻ അനുസരിച്ച് ഇൻവെസ്റ്റിഗേഷൻ നീങ്ങുന്ന ഒരു രീതിയാണ്, പ്രതി ലീഡ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ. അങ്ങനെയാണോ സർ സാധാരണ നിലയിൽ ഒരു അന്വേഷണം മുന്നോട്ട് പോകേണ്ടത്? അതല്ലാതെ ശാസ്ത്രീയമായ അന്വേഷണ രീതികൾ, ഇപ്പോൾ മൊബൈൽ ഫോൺ കാണാനില്ല അല്ലെങ്കിൽ അയാൾ അത് ഒരു ഓടയിൽ കൊണ്ടുപോയി തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നു, അത് കണ്ടെത്താൻ വേണ്ടിയുള്ള രീതികൾ, മറ്റ് പല ആധുനികമായ സംവിധാനങ്ങളെയും ആശ്രയിച്ച് ഈ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇൻറ്റ്യൂട്ടീവായി ഈ അന്വേഷണത്തെ നയിക്കാനുള്ള ഒരു ആർജവവും അന്വേഷണ ഉദ്യോഗസ്ഥർക്കല്ലേ വേണ്ടത്? പ്രതി അന്വേഷണത്തെ നയിക്കുന്ന ഒരു അസാധാരണമായ സ്ഥിതിവിശേഷം ഉണ്ടായോ ഇവിടെ? ഇല്ല, ഇവിടെ ഒരു പ്രതി ഇപ്പം ഇവിടുത്തെ നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പം മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനെ നമ്മളെല്ലാവരും കൂടെ കണ്ടം ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെ അതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യങ്ങൾ നോക്കണം. കൂടുതൽ വിവരങ്ങൾ അറിയട്ടെ എന്നിട്ട് പറയാം. ഇതുവരെ കിട്ടിയിട്ടുള്ളതിനെ വെച്ചിട്ടാണ് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വന്നെന്നുള്ളത്. അല്ല സർ, ശ്രീ മേജർ രവി, ഇതുവരെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് പോലും അങ്ങനെ ഒരു നിഗമനത്തിൽ എത്താറായോ എന്നതാണ്. ഇതുവരെ കിട്ടിയ നിഗമനങ്ങൾ അനുസരിച്ച് പോലും സംശയങ്ങളല്ലേ ബാക്കി? let me come to the point. ഇപ്പം ഒരു പ്രതി എന്ത് പറയുന്നു, ഈ പ്രതിയുടെ കൂടെയുള്ള 5-6 പ്രതികൾ വേറെയുണ്ട്, അവരുടെ എല്ലാം സ്റ്റേറ്റ്മെന്റ്സ് ഡിഫറെന്റ് ആണ്. ഇതിനെല്ലാം കൊളേറ്റ് ചെയ്തുകൊണ്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ സമയം വേണം. അപ്പൊ നമ്മൾ ഈ പെട്ടെന്ന് എടുത്തു ചാടിക്കൊണ്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പ്രതി പറഞ്ഞത് ഇതാണ്, ഓക്കെ, അതെല്ലാം ഉണ്ടായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഓരോന്നിനെ പോലീസ് വെട്ടിക്കളയും. കാരണം അവന്റെ മുന്നിൽ തന്നെ അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് നീ പറഞ്ഞ നുണയാണെന്നുള്ള അവർ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവൻ വേറൊരു കാര്യം പറയും. ഇതിന് സമയം വേണം. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന്റെ മുകളിലോട്ട് നമ്മൾ ഈ ഒരു കേസ് ഒരു ദിവസം കൊണ്ടോ 24 hours കൊണ്ടോ ഒന്നും കിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് ഈ മൊബൈൽ ഫോൺ എവിടെയുണ്ടെന്നുള്ളത് ഇവൻ തന്നെ പറയും.
അതിൽ നിങ്ങൾ പോലീസിന് സമയം കൊടുക്കുക. അതിനാണ് ജുഡീഷ്യൽ ബഹുമാനപ്പെട്ട കോടതി ഈ സമയത്ത് അവരോട് പറയുന്നത് ഇത്രയും ദിവസം നിങ്ങൾക്ക് പോലീസ് കസ്റ്റഡിയിൽ വെക്കാമെന്ന്. അല്ലെങ്കിൽ കോടതിക്ക് പറയാമല്ലോ, ഇല്ല വന്നു സ്ട്രേറ്റ് അവേ കൊണ്ടുപോയിട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കൂ, ഇനി നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ ഇതിനെല്ലാം സമയം വേണം. ഈ സമയം കിട്ടുന്നവർക്ക് നമ്മൾ ഒരു കൺക്ലൂഷനിലും വരാൻ പാടില്ല. കേസ് അന്വേഷണം എന്ന് പറയുന്നത് അത്രയും വലിയ കേസ് അന്വേഷണത്തിന്റെ മേജർ രവി, ഒരൊറ്റ കാര്യം ഞാൻ താങ്കളോട് ചോദിക്കട്ടെ. താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിക്കുന്നു, അതെല്ലാം യുക്തിഭദ്രമാണ്, അതാണ് അതിന്റെ രീതിയും. താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളല്ലേ സംസ്ഥാന മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി പൊതുജനത്തോട് പറയേണ്ടത്? ഇപ്പം മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു എന്നുള്ളത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലിപ്പ് ഓഫ് ദ ടങ് എന്നുള്ളത് പറയുന്ന പോലെ തന്നെ അദ്ദേഹം അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് തോന്നുന്നില്ല എന്ന് പറയുന്നത് കറക്റ്റാണ്. കുറെ നമ്മൾ ഒരു ഏകദേശം ഒരു വർഷത്തോളം ആവാറായിട്ട് കണ്ടിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പെട്ടെന്ന് എടുത്ത് ചാടിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്നുള്ളത് കേൾക്കുന്ന സമയത്ത് എന്തായിരിക്കും ജനങ്ങളുടെ ആകാംക്ഷയ്ക്ക് ഒരു മറുപടി പറഞ്ഞതായിരിക്കും. പക്ഷെ അവിടെ ആ ഒരു ലൈൻ എന്താണ് നിങ്ങൾ മറക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ വരട്ടെ കിട്ടട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിനെ ആ അണ്ടർലൈൻ ആരും ഇപ്പൊ അതിൽ പറയുന്നില്ല. കാര്യം പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഇതിൽ പ്രതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ബാക്കിയെല്ലാം ഡീവിയേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പറയുന്നത് തെറ്റാണത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിനെ താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണം, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരും. അഡ്വക്കേറ്റ് ആശ, മുഖ്യമന്ത്രി ഇന്ന് ഈ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ് ആണോ? എനിക്കറിയില്ല, നമുക്കാർക്കും അറിയില്ല. ഇനി അങ്ങനെയാണെന്നിരിക്കട്ടെ, അല്ലാതിരിക്കട്ടെ, എന്തായാലും അദ്ദേഹം പറഞ്ഞത് ഈ കാര്യങ്ങളാണ്. ഇത് അന്വേഷണം നടത്തുന്ന അല്ലെങ്കിൽ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഏത് തരത്തിലുള്ള സന്ദേശമാണ് കൊടുക്കുക? ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി ഇങ്ങനെയാണ് പ്രതി പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അയാളുടെ ഭാവനയിൽ നടപ്പാക്കപ്പെട്ട ഒരു കുറ്റകൃത്യമാണെന്ന് ഒരു കേസിന്റെ അന്വേഷണത്തിന്റെ തുടക്കമാകുമ്പോഴേക്കും ഒരു നിഗമന സ്വഭാവത്തിൽ പറയുമ്പോൾ എങ്ങനെയാണ് അത് അന്വേഷണത്തെ ബാധിക്കുക? വലിയ അപകടമാണ് ഈ സ്റ്റേറ്റ്മെന്റ്. കാരണം സീനിയോറിറ്റി കം മെറിറ്റ് ആണ് ഈ ഉദ്യോഗസ്ഥരെ മുഴുവൻ. അന്വേഷണ ഉദ്യോഗസ്ഥർ SI റാങ്ക് മുതൽ മുകളിൽ അങ്ങ് IGP സന്ധി വരെയാണല്ലോ, DGP സന്ധി വരെ, അപ്പോൾ ADGP സന്ധി വരെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് സീനിയോറിറ്റി കം മെറിറ്റ് ആണ് അവരുടെ പ്രൊമോഷൻ. അടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ തലമുതിർന്ന പോലീസ് ഓഫീസേഴ്സായിട്ട് ഇരിക്കണമെങ്കിൽ ഈ സ്റ്റേറ്റ്, അതായത് ലെജിസ്ലേറ്റീവ് ഹെഡിൻ്റെ ഒക്കെ ആഭ്യന്തരമന്ത്രിയുടെ ഒക്കെ കൃത്യമായിട്ടുള്ള ഉത്തരവുകളൊക്കെ അതിന് വേണ്ടി വരും. മെറിറ്റ് കം സീനിയോറിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ. അപ്പോൾ ഈ മെറിറ്റ് തീരുമാനിക്കുക പലപ്പോഴും ആരാണ്? അത് തീർച്ചയായിട്ടും ഭരണകൂടമാണ്. അപ്പോൾ ഭരണകൂടം പറയുന്നു നിങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചാൽ മതി, ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റിഗേഷൻ അവിടെ നടക്കുന്നില്ല. ഞാൻ പറയുന്നു ഈ കേസ് കേരളത്തിലെ പോലീസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഗോവിന്ദചാമിയുടെ കേസ് പോലെയും അതുപോലെ തന്നെ മറ്റേ ജിഷയുടെ കേസ് പോലെയൊക്കെ നിങ്ങൾക്കൊരു പ്രതിയെ കൊണ്ടുവന്ന് കാണിച്ചു തരും, നിങ്ങൾ സമാധാനിച്ചോളൂ എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയും. സ്ത്രീ സുരക്ഷ വീണ്ടും ഈ അവസ്ഥയിലെത്തുകയും ചെയ്യും. പുതിയ എന്താ പറയുക, പേരില്ലാത്ത വിക്ടിമുകളുടെ പേരോ അല്ലെങ്കിൽ കേരളത്തിലെ നല്ല ഭംഗിയുള്ള ഗ്രാമങ്ങളുടെ പേരുകളൊക്കെ ചേർത്തുകൊണ്ട് സ്ത്രീ പീഡനം അനസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കും. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെ ഇങ്ങനെ അവരുടെ ഹെഡായിട്ടുള്ള ആളുകൾ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരിൽ നിന്നും ഇങ്ങനെ ഇൻഫോർമേഷൻസ് വാങ്ങിക്കൊണ്ട് അത് പൊതുജനങ്ങളോട് പറയുകയൊക്കെ ചെയ്യുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഞങ്ങളൊക്കെ കൃത്യമായി തന്നെ വളരെ വേദനയോടെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാന സമയം ഞങ്ങൾ ഒരു രാഷ്ട്രീയ സീറ്റിന് വേണ്ടിയല്ല, ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾക്ക് പ്രവർത്തിക്കുന്നത് സ്ത്രീകളുടെ സുരക്ഷ, എൻ്റെ മകൾക്ക് നാളെ ജീവിക്കാൻ, എൻ്റെ അടുത്ത വീട്ടിലെ മകൾക്ക് ജീവിക്കാൻ, എനിക്ക് ജീവിക്കാൻ ഒക്കെയുള്ള ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ പൊരുതുന്ന ആൾക്കാരാണ്. ഞങ്ങളൊക്കെ വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രസ്താവനകൾ വളരെ നിർഭാഗ്യകരമാണ്, അത് പ്രതിഷേധാർഹമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ വളരെ ക്ലിയർ ആണ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാവാത്ത കാര്യമൊന്നുമല്ല. CRPC പ്രകാരം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇൻവെസ്റ്റിഗേഷൻ തയ്യാറാക്കിയിട്ട് കൊടുക്കേണ്ടത് മജിസ്ട്രേറ്റാണ്. ഇവിടെ CRPC പ്രകാരം ഈ കേസിന്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ നോക്കിക്കൊണ്ട് വാദങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അക്യൂസ്ഡിനെ കൾപ്രിറ്റ് ആണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടെ അല്ലെങ്കിൽ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ ഒരു സമയത്ത് ഇത്രത്തോളം കേട്ടുകളിയാൻ ഒരു മജിസ്ട്രേറ്റിന് പോലും ഇല്ലാത്ത അവകാശമാണ് കേരള മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. കേട്ടുകളിംഗ് ആണ് ഒരു ഇൻഡയറക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്പ്രസ്ഡ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ആയിട്ടാണ് ഇതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം ദ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ എ ലെജിസ്ലേറ്റീവ് ഹെഡ്, അത് ഭയപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ അല്ല, പ്രതിയുടെ ഭാവനയല്ല, മറിച്ച് വേറെ ചില കാര്യങ്ങളുണ്ട് എന്ന് ആരാണ് പത്രസമ്മേളനം നടത്തി പറയാൻ പോണത്? അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് വലിയ വിഷയം മാറിയിട്ടുണ്ട്. കേരളത്തിൽ ഞങ്ങളെപ്പോലെയുള്ള സ്ത്രീകളുടെ മനസ്സിലേക്ക് ഒരു പേടിയാണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങളെ റോട്ടിൽ പലരിട്ട് ആക്രമിക്കും,
കൃത്യമായിട്ട് നിങ്ങൾ പറയുന്നു, അതായത് വിക്ടിം പറയുന്നു, ഇര പറയുന്നു, എന്നെ ഇവൻ ആക്രമിച്ചത്, അവൻ പറഞ്ഞു കൊട്ടേഷനാണ് എന്ന് പറഞ്ഞാണ് എന്നെ ആക്രമിച്ചത് എന്ന് പറഞ്ഞ വിക്ടിമിന്റെ വാക്കുകൾക്ക് തുലോം വില കൽപ്പിക്കാതെ പ്രതിയുടെ വാക്കുകൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് പറയുന്ന ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കേരളത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? നാളെ ഞാൻ ഇങ്ങനെ പരാതിയായിട്ട് പോലീസുകാരുടെ അടുത്ത് പോകും. പോലീസ് രാജാണ് ഇവിടെ നടപ്പിലാവുന്നത്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇനി മുഖ്യമന്ത്രി പറഞ്ഞത് നാക്കിന്റെ പിഴയാകാം, എന്തായാലും അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എത്ര ഗുരുതരമാണ് എന്ന സൂചന അഡ്വക്കേറ്റ് ആശ പറഞ്ഞ ഈ കാര്യങ്ങളിലുണ്ട്. ഇനി മറുഭാഗത്ത് ഒരു 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 പ്രമുഖ നടൻ സംശയിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വാർത്തകൾ വരുന്നു, അദ്ദേഹം അപമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് DGPക്ക് പരാതി കൊടുക്കുന്നു. ഇനി അങ്ങനെ ഒരു സാങ്കല്പിക പ്രതിയിലേക്ക് ഈ അന്വേഷണം ഒരു കാരണവശാലും പോകില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. മറുഭാഗത്ത് വേറൊരു വലിയ പ്ലോട്ട്, അതായത് നീലചിത്ര നിർമ്മാണ ശൃംഖല, അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാമുകി, അതിലെ ചിത്രങ്ങൾ കൈമാറുന്നു എന്നിങ്ങനെയുള്ള വേറൊരു പ്ലോട്ട് കൂടിയുണ്ട്. സാധ്യതകൾ എന്തുമാകാം, ഏതായാലും മറുഭാഗത്ത് ഇങ്ങനൊരു പ്ലോട്ട് കൂടിയുണ്ട്. ഇതെല്ലാം കൂടി ആത്യന്തികമായി ഇരയ്ക്ക് നീതി കിട്ടുന്നതിന് തടസ്സമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും എന്ന് കരുതേണ്ടതുണ്ടോ? സംശയം എന്താ, പകൽ പോലെ വ്യക്തമല്ലേ? ഇരയ്ക്ക് നീതി നിഷേധിക്കുന്ന നിലയിൽ തന്നെയാണ് ഈ കേസിന്റെ അന്വേഷണം പോകുന്നതെന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയോടുകൂടി സ്ഥിരീകരിക്കപ്പെട്ടു. അതിനു മുമ്പ് തന്നെ പൾസർ സുനിയുമായി ബന്ധപ്പെട്ട കേസ് രാത്രി 11 മണിക്ക് DGP കേസിനെ സംബന്ധിച്ച് അറിയുന്നുവെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞ് രാത്രി 12:30 വിളിക്കുമ്പോഴും സ്ഥലത്തെ IG അറിഞ്ഞിട്ടില്ല, സ്ഥലത്തെ പോലീസ് കമ്മീഷണർ അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ഈ 1.5 മണിക്കൂർ DGP സ്ഥലത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചില്ല എന്ന ചോദ്യം ദുരൂഹമായി ആദ്യം തൊട്ടേ നിൽക്കുന്നു. പോരാഞ്ഞിട്ട് 6 ദിവസം ഈ പൾസർ സുനിയെ പിടിക്കാതെ മൂക്കിൻ തുമ്പിൽ പൾസർ സുനി ഉണ്ടായിട്ടും ഇരുട്ടിൽ തപ്പുന്ന പോലീസിനെ കോടതി മുറിയിൽ കയറിയത് കൊണ്ട് മാത്രം പോലീസ് പിടിക്കുന്ന രംഗം, അതൊക്കെ ദുരൂഹതയുണ്ട്. അതിനും അപ്പുറത്താക്കിയാണ് ശ്രീ പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ്. ശ്രീ മേജർ രവിയോട് അദ്ദേഹത്തോട് എനിക്ക് വളരെ എന്താ പറയാ, കേരളത്തിലെ സ്ത്രീകളുടെ വേദന മുൻനിർത്തിക്കൊണ്ട് ചോദിക്കട്ടെ, താങ്കൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുന്നു? കേസ് അന്വേഷണം പെട്ടെന്ന് നടത്തണമെന്ന് കേരളത്തിൽ ആരെങ്കിലും പറഞ്ഞോ? ഈ 3-ാം മുറ പ്രയോഗിച്ച് പ്രതിയിന്മേൽ 3-ാം മുറ പ്രയോഗിച്ച് പെട്ടെന്ന് നിങ്ങൾ പ്രതിയെ പിടിച്ചുകൊണ്ടുവന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? കേരളത്തിൽ ആരും പറഞ്ഞിട്ടില്ല. അതൊക്കെ പോലീസിന് സമയം എടുക്കട്ടെ. അവിടെ മുഖ്യമന്ത്രി എന്തിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നു? അതാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം. മുഖ്യമന്ത്രി സ്റ്റോപ്പ് മെമ്മോ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു പ്രമുഖ നടൻ ശ്രീ ദിലീപ് ഇന്ന് പരാതി കൊടുത്തു. ശ്രീ ദിലീപിനെ പ്രതിയാക്കണമെന്ന് കേരളത്തിൽ ഒരാളും ആഗ്രഹിക്കുന്നില്ല. ഒരു പക്ഷെ ദിലീപ് ഇത് ചെയ്തിട്ടില്ല എങ്കിൽ, അദ്ദേഹത്തിന് ഇത് മനസ്സറിവ് ഇല്ലാത്തതാണ് എങ്കിൽ, അദ്ദേഹത്തിന് ഈ പോലീസ് സ്വതന്ത്രമായി അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിന് മനസ്സറിവില്ല എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്ന് അദ്ദേഹവും ശുദ്ധീകലശം വരുത്തി അദ്ദേഹം അന്തസ്സായിട്ട് നിൽക്കട്ടെ. ആർക്കതിന് വിരോധം? ഒരു അന്വേഷണവും ആർക്കെതിരെ നടത്തുന്നതിനില്ല. പക്ഷെ അന്വേഷണത്തിന് എന്തിനു ഭയപ്പെടുന്നു? അന്വേഷണത്തിന് എന്തിനു ഭയപ്പെടുത്തുന്നു? ആ ചോദ്യമാണ് കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്നത്. എന്ത് എങ്ങനെ സ്ലിപ്പ് ഓഫ് ടങ് വരുന്ന മുഖ്യമന്ത്രിക്ക്? മറ്റാരെങ്കിലും പോലെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളാണെങ്കിൽ അബദ്ധത്തിൽ വന്നു പോകാമെന്ന് പറയാം. ഇദ്ദേഹം എഴുതി തയ്യാറാക്കി കൃത്യതയോടുകൂടി ഓരോ വാക്കും സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന ഒരു നേതാവാണെന്ന് ശ്രീ ഗോപികൃഷ്ണൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ശ്രീമതി MC ജോസഫൈൻ, ഇവിടെ ഇടയ്ക്ക് വെച്ച് താങ്കളുടെ ടെലിഫോൺ ലൈൻ കട്ടായി പോയിരുന്നു. അതുകൊണ്ട് അഡ്വക്കേറ്റ് ആശ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായി താങ്കൾ കേട്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. അഡ്വക്കേറ്റ് ആശ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്, പോലീസിലെ മുതിർന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് അവരുടെ പ്രമോഷനും മറ്റ് ഉന്നത പദവി ലഭിക്കാനുള്ള അതിനുള്ള മാനദണ്ഡങ്ങളൊക്കെ നിശ്ചയിക്കപ്പെടുന്നത് ഭരണകർത്താക്കളായതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നതോടെ അന്വേഷണം ഇനി പ്രതി പൾസർ സുനിക്ക് അപ്പുറത്തേക്ക് പോകണ്ട, അവിടെ നിർത്തിക്കോളൂ എന്ന് ഒരു തെറ്റായ സന്ദേശം പോകാൻ ഇടവരുത്തുന്ന തരത്തിലുള്ള പരാമർശമായി പോയത്. അതുകൊണ്ട് തന്നെ ഇരയ്ക്ക് നീതി കിട്ടുക എന്നത് ഇനി സംശയിക്കപ്പെടും എന്നാണ് അഡ്വക്കേറ്റ് ആശ പറഞ്ഞത്. അതേ അഭിപ്രായം തന്നെ ശ്രീമതി ബിന്ദു കൃഷ്ണ മറ്റു വാക്കുകൾ കൊണ്ട് ഇവിടെ രേഖപ്പെടുത്തി. എന്താണ് പ്രതികരണം? ഇരയ്ക്ക് നീതി കിട്ടണം എന്ന് കേരളീയ സമൂഹം ഒന്നടങ്കം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഉപോത്ബലകമായ രീതിയിലുള്ള എല്ലാ അന്വേഷണങ്ങളുടെയും ആരംഭം കുറിക്കുകയാണ് നാളെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംഭവം ഉണ്ടായി, അതേ തുടർന്നുള്ള അന്വേഷണം നടന്ന പ്രതിയെ പിടികൂടി. ഇനി പ്രതിയും പ്രതിയുടെ കൂട്ടുപ്രതികളും ഇവരെല്ലാം കസ്റ്റഡിയിലെടുത്തു. അതിനുവേണ്ടി കേരളത്തിലെ പോലീസ് വളരെ ശാസ്ത്രീയമായി, വളരെ കഠിനാധ്വാനം ചെയ്ത്, വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു ദൗത്യം നിർവഹിച്ച് പ്രതികളെ പിടികൂടി. ആ പിടികൂടിയ പ്രതികള് അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ ആവശ്യമായ സാവകാശം കൊടുക്കാനുള്ള ധാർമ്മിക ബാധ്യത കേരളത്തിനുണ്ട്. ഊഹാപോഹങ്ങളും കെട്ടുകഥകളും മെനഞ്ഞുകൊണ്ട് വളരെ വികാരം പ്രകടിപ്പിച്ചൊരു കാര്യമില്ല. ഇരകൾക്ക് നീതി കിട്ടണമെന്നും
ഒരു കാരണവശാലും പ്രതികളെ രക്ഷപ്പെടാൻ പാടില്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. എം സി ജോസഫ്, ഇവിടെ സാവകാശം കൊടുക്കില്ല എന്ന് ആര് പറഞ്ഞു? സാവകാശം കൊടുക്കില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ അന്വേഷണം ഒരു ഘട്ടത്തിലേക്ക് ചിലരിൽ സംശയിക്കപ്പെടുന്നു. അവർ സിനിമാ പ്രവർത്തകരായതുകൊണ്ട് അങ്ങനെ സാങ്കല്പിക പ്രതികളിലേക്ക് പോകില്ല. മറുഭാഗത്ത് ഇതാ ഈ പ്രതി തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്, അയാൾ ഒരു ബോൺ ക്രിമിനലാണ്, അയാളുടെ സങ്കല്പം അനുസരിച്ചാണ് ഇതൊക്കെ ചെയ്തത് എന്ന ഒരു ഫോർഗോൺ കൺക്ലൂഷൻ എന്തിനാണെന്നതാണ് ഇവിടുത്തെ സംശയം. അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണെന്ന് എനിക്കിപ്പോ അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷെ ആ വിധത്തിലൊരു പരാമർശം നടത്തി എന്നുള്ളത് കൊണ്ട് നാളെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ അവസാനിപ്പിച്ച് പ്രതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് അതിന്റെ മുഖ്യമന്ത്രിയും തയ്യാറാകുമെന്നാണ് നിങ്ങൾ വ്യാഖ്യാനിച്ചു വരുന്നത്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നില്ല, താങ്കൾ തെറ്റിദ്ധരിക്കരുത്. വ്യാഖ്യാനം അതാണ്. ഇതിനകത്തൊരു രാഷ്ട്രീയമായ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബിന്ദുകൃഷ്ണ പോലെയുള്ള ആളുകൾ തയ്യാറാകുകയാണ്. ഇവര് ഭൂതകാലം മറക്കുകയാണ്. ദിശ സംഭവം പോലെയുള്ള ഭൂതകാലം മറക്കുകയാണ് ബിന്ദുകൃഷ്ണൻ പോലെയുള്ളവര്. വളരെ വൈകാരികമായിട്ട് ബിന്ദുകൃഷ്ണയ്ക്കും അല്ലെങ്കിൽ മറ്റു ചിലർക്കും മാത്രമാണ് ഈ നടിക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്. ബാക്കി എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ അനുഭാവികളും എല്ലാം. ശ്രീമതി എം സി ജോസഫ്, ഈ സർക്കാരിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയോ ഇതിന്റെ അന്വേഷണ സംവിധാനങ്ങളിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയോ ഈ ചർച്ചയുടെ ഉദ്ദേശമല്ല. ഇതിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കുകയാണ് ഈ ചർച്ച ഉദ്ദേശിക്കുന്നത്. ശ്രീ വേണുഗോപാല പണിക്കർ, റിട്ടയർഡ് DYSP, അദ്ദേഹം വൈകിയാണ് ഈ ചർച്ചയിൽ എത്തിയിട്ടുണ്ട്. ശ്രീ വേണുഗോപാല പണിക്കർ, ഈ അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, പ്രതിയെ കയ്യിൽ കിട്ടി, പ്രതി പറയുന്ന വഴിക്ക് പോലീസ് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയാണോ ഒരു അന്വേഷണം മുന്നോട്ട് പോകേണ്ടത്? അന്വേഷണ രീതികളിൽ എന്തെങ്കിലും പാകപ്പിഴയുണ്ടോ? അന്വേഷണ രീതികളിൽ പാകപ്പിഴ എന്ന് പറയാൻ കഴിയുകയില്ല. കാരണം അന്വേഷണം ഒരു തരത്തിൽ പറഞ്ഞാൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രധാന പ്രതികളെ കിട്ടി, അവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ട് ചോദ്യം ചെയ്ത് അവരുടെ മൊഴി രേഖപ്പെടുത്തി, ഓരോ മൊഴി രേഖപ്പെടുത്തിയവരുടെ ആ മൊഴികളിലുള്ള വൈരുദ്ധ്യങ്ങൾ കണ്ടുപിടിച്ച് അത് തമ്മിൽ ബന്ധപ്പെടുത്തി മാത്രമേ വ്യക്തമായ പിക്ചർ ഉണ്ടാകുകയുള്ളൂ. ശരി, വേണുഗോപാല പണിക്കർ, കഴിഞ്ഞ 18 മണിക്കൂറായി പൾസർ സുനിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ചെയ്തത് അയാൾ പറയുന്ന കാര്യങ്ങൾ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു 2 DYSPമാർ. അതിനുശേഷം കൂട്ടുപ്രതികൾ അവർ നൽകിയിട്ടുള്ള മൊഴിയുമായി ചേർത്ത് വെച്ച് നോക്കുകയായിരുന്നു. അവിടെ ചേർച്ചക്കുറവുണ്ട്, പറഞ്ഞ പല കാര്യങ്ങളും തമ്മിൽ ഒത്തുപോകാതെ നിൽക്കുന്ന സാഹചര്യമുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇനി തൊണ്ടി മുതലായിട്ടുള്ള മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ഇതെല്ലാം പ്രതി തന്നെ നടത്തിയതാണ് എന്ന നിഗമനത്തിൽ എത്താനുള്ള സമയമായോ? ആയിട്ടില്ല, തീർച്ചയായിട്ടും ആയിട്ടില്ല. കാരണം വൈരുദ്ധ്യങ്ങൾ കണ്ടുപിടിച്ചു. ആ വൈരുദ്ധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും അവരെ റീക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും, വീണ്ടും മൊഴിയെടുക്കേണ്ടി വരും, വിശദമായി വീണ്ടും മൊഴിയെടുക്കേണ്ടി വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പോവുള്ളൂ. ഇപ്പോൾ ഓരോരുത്തരും ഓരോ നിഗമനത്തിൽ എത്തുക എന്ന് പറയുന്നതിന് ശരിയല്ല. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് മറ്റുള്ളവർ ഒരുപോലാണെങ്കിൽ പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് എന്തിന്? അവർക്ക് അതിനുള്ള സാവകാശം, അതിനുള്ള അവസരം കൊടുക്കണം, സമയം കൊടുക്കണം. ഇതുപോലെ ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാനും അന്വേഷണ ടീമിലുണ്ടായിരുന്ന പോൾ മുത്തൂറ്റ് കേസാണ് ഞാൻ ഓർക്കുന്നത്. അവിടെയും ഇതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ടായി. അവസാനം പ്രതികൾക്ക് കിട്ടേണ്ടതെല്ലാം ശിക്ഷ കിട്ടി. കേരള പോലീസ് അന്വേഷിച്ച് എല്ലാം കറക്റ്റാണോ എന്ന് CBI വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ശിക്ഷ കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് മാധ്യമങ്ങളോടും രാഷ്ട്രീയക്കാരോടും സമൂഹത്തോടും പൊതുസമൂഹത്തോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, അന്വേഷണത്തിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വളരെ കഴിവുറ്റ ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് അതിനുള്ള സമയം കൊടുക്കണം. ഈ പ്രമാദമായിട്ടുള്ള മുത്തൂറ്റ് കേസ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ ശ്രീ വേണുഗോപാല പണിക്കർ. ഇവിടെ ഈ കേസിൽ ഇത് ചലച്ചിത്ര ലോകത്തു നിന്നുള്ള ഒരു വ്യക്തിയാണ്, പ്രമുഖ നടിയാണ്, യുവതാരമാണ്. അവർക്ക് ഇങ്ങനെ അത്യന്തം ദാരുണമായ, ഒരിക്കലും ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ലാത്ത ഈ ദുരനുഭവം ഉണ്ടായി. അവിടെ പലരും സംശയിക്കപ്പെട്ടു. അതിൽ കേരളത്തിലെ പ്രമുഖ നടന്റെ പേര് വലിച്ചിഴക്കപ്പെട്ടു. എന്തായാലും ഒരു അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ അങ്ങനെ ആരൊക്കെ സംശയിക്കപ്പെട്ടോ, ആരിലേക്കൊക്കെ സംശയത്തിന്റെ വഴികൾ നീണ്ടിട്ടുണ്ടോ, ആ വഴിയിലൂടെ എല്ലാം അന്വേഷണ സംഘവും സഞ്ചരിക്കേണ്ടതല്ലേ? അത് സാങ്കല്പിക പ്രതിയാണെന്ന് പറഞ്ഞ് ഇനി അവരിലേക്ക് അന്വേഷണം വേണ്ട എന്ന തീരുമാനത്തിലെത്തുകയാണോ നിങ്ങൾ പൊതുവിൽ ചെയ്യാറുള്ളത്? അങ്ങനെ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തുക സ്വാഭാവികമാണ്, അത് ചെയ്യാറുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് അവരെ പ്രതിയാണെന്നുള്ള ആ പ്രതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന രീതി ശരിയല്ല. അല്ല, പ്രതിയാക്കുക എന്നുള്ളതാ. നിങ്ങൾ ചോദ്യം ചെയ്യുക, അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക, അതിന്റെ പിന്നാമ്പുറ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കുക, ഇതൊക്കെ സ്വാഭാവികമായ അന്വേഷണ രീതികളല്ലേ? സ്വാഭാവികമായ അന്വേഷണ രീതികൾ തന്നെ. പക്ഷേ നിലവിൽ പ്രധാന പ്രതികളായിട്ട് അറസ്റ്റ് ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളവരുടെ ആ മൊഴിക്ക് അനുസൃതമായി മാത്രമേ മുന്നോട്ട് നീങ്ങാനൊക്കെ. അതിലുള്ള വൈരുദ്ധ്യങ്ങൾ. പ്രധാന പ്രതി അറസ്റ്റിലായത് ഇന്നലെയാണല്ലോ ശ്രീ വേണുഗോപാല പണിക്കർ. അതിനു മുൻപ് ഈ കഴിഞ്ഞ 5-6 ദിവസമായി നമ്മൾ ഈ അഭ്യൂഹങ്ങൾക്ക് പിന്നാലെ ആയിരുന്നല്ലോ. പലതരത്തിലുള്ള സംശയങ്ങൾ
ആരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്നുള്ള അഭ്യൂഹങ്ങൾ സ്വാഭാവികമായ ഒരു അന്വേഷണ സംഘം അവരിലേക്കൊക്കെ അവരെ മൊഴി രേഖപ്പെടുത്തുക, അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക നടപടിക്രമത്തിന്റെ ഭാഗമല്ലേ? നടപടിക്രമം എന്ന് പറഞ്ഞ് എടുക്കാം. പക്ഷേ ആ നടപടിക്രമം എന്നുള്ള രീതിയിൽ എടുക്കണമെങ്കിൽ അപ്പോഴും പ്രധാന പ്രതികളുടെ മൊഴിയെ ആശ്രയിക്കേണ്ടി വരുന്നു. അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് പ്രതികളെ ആരെയൊക്കെ അറസ്റ്റ് ചെയ്തോ അവരുടെ മൊഴിയും അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ മാത്രമേ സംശയിക്കപ്പെടുന്നവരുടെ മൊഴി പ്രധാന പ്രതിയുടെ മൊഴിയെ എത്രത്തോളം ആശ്രയിക്കാൻ കഴിയും? കാരണം ഈ കൃത്യം നിർവഹിക്കുമ്പോൾ ആ യുവനടിയോട് പറഞ്ഞത് ഒരു കൊട്ടേഷനാണ്, ഒരു സ്ത്രീ തന്ന കൊട്ടേഷനാണ്, പൈസ കൂടുതൽ തന്നുകൊണ്ട് കാര്യമില്ല, ഞാൻ നിങ്ങൾ ഉപദ്രവിക്കും, കാരണം ഞാൻ എൻ്റെ പണി പൂർത്തിയാക്കിയിട്ടേ പോകൂ എന്ന് പറഞ്ഞ ആ പ്രതിയാണ് ഇവിടെ വന്നിട്ട് ഇത് എൻ്റെ ഒരു രീതിയാണ്, ഞാൻ പണം തട്ടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്, പണം കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അതിന് വഴങ്ങാതിരുന്ന പ്രതി ഇപ്പോൾ പറയുന്നത് പണമായിരുന്നു എൻ്റെ ഉദ്ദേശമെന്നാണ്. അങ്ങനെയുള്ള ഒരു പ്രധാന പ്രതിയുടെ മൊഴി ഈ വിശ്വാസത്തിലെടുത്ത് എങ്ങനെ നിഗമനത്തിലെത്തും? വിശ്വാസത്തിലെടുക്കേണ്ട രീതിയുണ്ട്. എടുത്തും എടുക്കാതെയും അത് കൂടുതലായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. കാരണം ഗൂഢാലോചനയുണ്ടോ എന്നുള്ളത് ഒരു കേസിലെയും ഗൂഢാലോചന പെട്ടെന്ന് അന്വേഷണത്തിൽ പുറത്തു കൊണ്ടുവരാൻ ഒക്കുകയില്ല. വളരെ ടഫായിട്ടുള്ള ഒരു ഭാഗമാണ് ഗൂഢാലോചന എന്ന് പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത്. അതിന് സമയമെടുക്കും. കൂടുതലായി വളരെ തീവ്രമായിട്ട് വളരെ കൂടുതലായിട്ട് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ അതിൽ നിന്ന്, അതായത് ഗൂഢാലോചനയും അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള കരങ്ങളും അതിന് പിന്നിലുള്ള താല്പര്യങ്ങളും ഒക്കെ കണ്ടെത്തി വരണമെങ്കിൽ പോലീസുകാർക്ക് കൂടുതൽ സമയം വേണം. അങ്ങനെയാണല്ലോ വേണുഗോപാല പണിക്കർ താങ്കളുടെ അനുഭവത്തിൽ നിന്ന്, സർവീസിലെ അനുഭവത്തിൽ നിന്ന് താങ്കൾ പറയുക. അതിന് മുൻപ് കയറി ഇതാണ് ഇങ്ങനെയാണ് എന്ന് പറയാൻ പാടില്ല, അങ്ങനെയല്ലേ? അത് പറയുന്നതിന് തെറ്റ് പറയാൻ ഒക്കത്തില്ല. കാരണം നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹം എന്ന് പറയുമ്പം രാഷ്ട്രീയമായിരുന്നാലും മാധ്യമങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നവർ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നവർ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കും. അത് അവരുടെ ജോലിയുടെ ഭാഗം കൂടെയാണ്. അതിന് നമ്മൾ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. താങ്കളുടെ വകുപ്പ് മേധാവി, താങ്കൾ സർവീസിലിരിക്കുമ്പോൾ ഇത്തരം പ്രമാദ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ താങ്കളുടെ വകുപ്പ് മേധാവി ഈ തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെ ബാധിക്കും? അതെൻ്റെ മനസ്സിലുണ്ടാകും. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞാൻ അന്വേഷണം നടത്താറില്ല. എനിക്ക് ശരിയെന്ന് തോന്നിയ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ഞാൻ അന്വേഷണം നടത്തിയിട്ടുണ്ട്. നല്ലത്, അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ശ്രീ മേജർ രവി ചർച്ചയിൽ എന്താണ് ഇനി താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇപ്പം ഈ പോലീസ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത് പിടിച്ചിട്ട് അതിനെ പോലും ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു വിഭാഗത്തിനെ നമ്മൾ കണ്ടു. പോലീസ് അത് പിടിച്ചതല്ല, സറണ്ടർ ചെയ്യാൻ നിങ്ങളുടെ ന്യൂസുകളും അഭ്യൂഹങ്ങളും എല്ലാം വരുന്ന സമയത്ത് ഒന്ന് മനസ്സിലാക്കണം, പോലീസ് എന്നുള്ള ആ ഒരു സമൂഹത്തിന് അവർക്ക് നമ്മൾ ഒരിക്കലും ഒരു വിലയും കൂടി എപ്പോഴും അതൊരു വില്ലനായിട്ട് മാത്രമേ നമ്മൾ കണ്ടു. അപ്പൊ ആ പോലീസുകാർ, യെസ് വാട്ട് യു സെഡ് ഇസ് റൈറ്റ്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് പോലീസുകാർക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിന്റെ പേരിൽ അവർ ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. സത്യസന്ധമായിട്ട് നിന്നുകൊണ്ട് എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു MLA-ക്ക് എഗൻസ്റ്റ് ആയിട്ട് പോലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്ത് സ്ഥലം മാറ്റുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ പോലീസുകാർക്ക് ഇനിയും അത് ബഹുമാനപ്പെട്ട കോടതിയോടും കൂടി ഒരു റിക്വസ്റ്റാണ്, യു ഷുഡ് ഗീവ് ഇതുപോലുള്ള ഒരു സെൻസേഷൻ ആയിട്ടുള്ള കേസിന് ആ പോലീസുകാർക്ക് നിന്ന് വിട്ടുകൊടുത്തുകൊണ്ട് നല്ല അന്വേഷണം നടത്തിക്കൊണ്ട് ഈ കേസിന് ഒരു പരിണാമം വരട്ടെ. ശ്രീ മേജർ രവി, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയോ കേരള പോലീസിന്റെ ആർജവത്തെ കുറച്ചു കാണുകയോ അല്ല ഈ ചർച്ച ലക്ഷ്യമാക്കുന്നത്. ഏത് നിലയ്ക്കായാലും ഇരയാക്കപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ള ശരിയായ ഇടപെടൽ ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രമാണ് വിവിധ വിഷയങ്ങൾ, വിവിധ കോണുകളിൽ നിന്നുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീമതി ആശ, ശ്രീ വേണുഗോപാല പണിക്കർ, ശ്രീമതി MC ജോസഫൈൻ, ശ്രീ വിനയൻ, ശ്രീ മേജർ രവി ഈ ചർച്ചയോട് സഹകരിച്ചതിന്. സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി പൊളിമിക്സുമായി PT നാസർ എത്തും. കാണൂ. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.